എന്താണ് ആൽബർട്ടോ ഞങ്ങൾ പെസ് കളിക്കണവരെ പുച്ഛിക്കണ് അല്ലേ? എനിക്കും കൊണ്ടുപോയി എന്താ പോവുക പോണേ വാട്ടാ പാൻറ് ഇനി ഫോണിൽ വരുമോ? ഏപ്രിലെ ബിഗ് അപ്പ് ലാസ്റ്റ് ഷോട്ടിന് എന്തെങ്കിലും പ്രശ്നം പിന്നെ ചെൽസിയുടെ ഒരു പ്ലെയർ ജാവ പെഡ്രോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് നാല് പേർക്ക് കളിക്കാം. നാല് പേർ കളിക്കുന്ന ഒരു കളിയുണ്ട്. ഡോങ്കി കാർഡ് അല്ലേ? അതെ. അതെന്താ കളി? കഴുതാളിയുടെ ഡോങ്കി കിങ് എന്ന് അടിച്ചാൽ മതി. ഡോങ്കി കിങ് ഡോങ്കി കാർഡ് ഗെയിം മറ്റേ വിൻഡോസ് കിട്ടും. ഇതിനകത്തുണ്ടോന്ന് അറിയത്തില്ല. ഇതിനകത്ത് കുറെ ഗെയിംസ് ഉണ്ട്. ഇതിനകത്ത് ഡോങ്കി കാർഡ് ഉണ്ടോന്ന് അറിഞ്ഞൂടാ. ഡിസ്കോഡ് ഗെയിമിനകത്ത് നമുക്ക് മാത്രം കിട്ടിയില്ല അല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് തുടങ്ങിയാലോ ഓരോ പ്ലെയർ പ്രോഗ്രഷനുകൾ തുടങ്ങിയോ? ഇട്ടാലോന്ന് ഞാൻ ചോദിക്കുന്നു. അങ്ങനെ ഓക്കെ ടൊളി അങ്ങനെ ഇട്ട് തുടങ്ങിക്കോളേ. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുക അല്ലേ? അതെ, യൂട്യൂബ് അങ്ങനെയല്ല പക്ഷെ ഒന്ന് ചെൽസിയുടെ ഒരു പ്ലെയർ PATW പിന്നെ ഒരു പ്ലെയർ AMF ആണ്. അതാരെന്ന് അറിഞ്ഞൂടാ. ഒരു സൂപ്പർ സബ് സ്കില്ല് അറ്റാക്കിംഗ് ഫുൾ ബാക്ക് AMF. പിന്നെ ഒരു പ്ലെയർ ഇന്റർ മിലാന്റെ ഒരു പ്ലെയർ ആണ്. ഇന്ററിന്റെ ഇൻസാഗിയുടെ മോനാണോ എന്തോ ഇത്. ഇന്റർനല്ലേ ഇൻസാഗിയുടെ മോൻ. ഇൻസാഗിയുടെ മൽഡീനിയുടെ ഡാനിയൽ മൽഡീനി. ഈ ഫോട്ടോസ് ചോദിക്കോ? അതുമായിട്ട് സാമ്പിൾ ആയിട്ട് വരുന്നതാ ഞാൻ ഇട്ടേക്കുന്ന ചാറ്റില്. 4 ബ്ലോക്ക്ഡ് മെസ്സേജ്. ഓ കോസ 5 ബ്രോ 11 ചാറ്റിൽ മെസ്സേജ് ഇട്ടേക്കല്ലേ 15-ാം തീയതി. ഞാനവനെ ബ്ലോക്ക് ചെയ്തേക്കുക. ആരാള്? അപ്പോ കിങ് ഒരു പാവപ്പെട്ട ഒരു ദുണ്ടുമോൻ. ഗെയിം ഓപ്പൺ ആക്കി ഡിസ്കോഡ് ക്രാഷ് ആയെന്ന് തോന്നുന്നു. ഹാർഡ് ഡിസ്കിന് പണിയോ? കണക്ട് ആവുന്നത് ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ സ്ട്രീം. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക. 150 സബാകാനുള്ളതാണ്. പ്ലീസ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോളി.
പോയി മരുന്ന് കുടിച്ചിട്ട് വരാം കേട്ടോ പോരെ. ടെമ്പറേച്ചർ അടിക്കാണല്ലേ കുടിച്ചു കുടിച്ചു. ബെഡ് ബോയ് ഫോണിൽ വരുമോ റമീസ്രോ? ആരാണ്? ബെഡ് ബോണ് ഇല്ലില്ല വെൺപോണ എടുത്ത് തെറ്റി. വെൺപോണ പറഞ്ഞിട്ട് വെൺപോണ അസ്രായില്ല ചീത്ത പറഞ്ഞു ചുമ്മാ ഇരിക്കണ അസ്രായി. അൽമിയാവു എവിടെയാണ്? കൊറേല കണ്ടിട്ട്. ഡിവിഷൻ 2 കയറി. ഡിവിഷൻ 2 കയറുന്നു ഇറങ്ങുന്നു അതാണ് ഇപ്പൊ പരിപാടി. ഡിവിഷൻ 2 രണ്ടോട്ടം കയറി. ഡിവിഷൻ 2 ഒരോട്ടം കയറിയാൽ മതി, നമുക്ക് ബാഡ്ജ് കിട്ടും, പിന്നെ ഇത് കിട്ടും, എന്താ പറയാ, അടുത്ത ഇതിലെ ഇതൊക്കെ കിട്ടും. പക്ഷെ ഡിവിഷൻ 1 ഇറ്റ്സ് നോട്ട് എ പോസിബിൾ. നമ്മളൊന്നും അവിടെ എത്താറായിട്ടില്ല. ചിന്താഗതിയൊക്കെ മാറിക്കൊണ്ട് റമീസറോ. ചിന്താഗതി രണ്ടോട്ടം മാറിയിട്ട് പോയി നോക്കി. അപ്പോൾ പക്ഷെ അണ്ണാക്കിലടിച്ചിട്ട് തിരിച്ചു കിട്ടുന്ന ഇറങ്ങിപ്പോന്നു. ഇവനാണ് ഈ ഡിവിഷൻ 1 എല്ലാ മറ്റേ കാർഡില്ലേ 3 കാർഡ് കൊടുത്തു. മറ്റേ ഡിവിഷൻ 1 മറ്റേ 1,00,000 ഉള്ളിൽ കിട്ടുന്ന കാർഡില്ലേ റമീസറോ, അങ്ങനത്തെ ഒരു തന്നെ ഇപ്പൊ കിട്ടിക്കണേ. കുഴപ്പമില്ല, ജസ്റ്റ് വാച്ച്. ജസ്റ്റ് കാക്ക ഫോണിട്ട് കൊടുന്നാ അയക്ക്. സോറി കാക്ക ഫോണിട്ട് കൊടുന്നാ കാക്കോയ്. ആ ഫോൺ ഇവിടെ കയ്യിൽ നിന്ന് വിളി വന്ന അറിയില്ല. അവിടെ പോയോ എന്തേ? And the mood is boisterous. It is a perfect ambience for the central characters who are ready now to perform. ഞാൻ എന്തിനാ പറയുന്നു? ഞാൻ ആരോടും ഒന്നും പറയാറില്ല. There's the whistle. Oh, facing up to his adversary. This is a formidable matchup. And it's Aubameyang. Madrid finding their passes. Now it's Vieri. Well, the run has been sold a little bit short. The final ball was very poor. Succumbs to the pressure. ബന്ധാണ് തൊട്ടടുത്തത്, സ്ഥലമാണ് തൊട്ടടുത്തത്. Pele. Now it's Vieri. Well seen. Saw that coming. That's great positioning. So good for him. And he's picked it up out wide. Shot could be on. എന്താണ് കടിക്കാനല്ലേ ഞാനൊരു ഇത് തന്നത്, പിന്നെ എന്തോ അടുത്ത് അല്ല അടിക്കാനുള്ള കമന്റ് വന്നിട്ട് ഓല ഓട്ടോറിക്ഷ വിളിച്ചു പോവുകയാണ്. Is wonderful reading of the game. Perfect positioning. Well played. Now it's Pele. Now it's Vieri. Thinks about the shot. That's just playing it safe and simple. പട്ടിനുള്ള വരുന്ന അതല്ലടോ. Elects to cross. That has earned a reprieve for the time being. Bit too much weight on the pass. വരുമ്പോഴാ കഴപ്പ് എന്നില്ല. നമ്മളവിടെ എന്താണ് പറഞ്ഞത് പറയല് ഒരു ഭാഷ അല്ല അല്ല കഴപ്പ് എന്നൊക്കെ നമ്മള് സോഷ്യൽ മീഡിയ. അതെ അത് പറയാ. അല്ല റമീസ് അതൊക്കെ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഞങ്ങളവിടെ അങ്ങനെ ആയിരുന്നു. ഊക്കലൊന്നും ഇല്ല ഇവിടെ ഊക്കലൊക്കെ ഇത് സോഷ്യൽ മീഡിയ കൂടെ. അത് മറ്റേ ഇതാണ് അതുകൊണ്ട് പറയണ. The defence though able to hold on this time. Oh, this is a great position.
He is desperate to get on അത് the score അറിയാത്തവര് sheet. അറിയാത്തവര് This ഭയങ്കര time, ഡേഞ്ചർ ആയിട്ട് the ചില breakthrough സമയത്ത് hasn't come ഉപയോഗിക്കണ്ട. yet, Peter, but you do feel they're upping the ante here. They'll get their reward if they can ഹലോ stick at this. ഹലോ Size really ആ matters, അതേക്കാർ and it's ഇങ്ങനെ time അടുണ്ടില്ലേ to make it matter now. സബ്ഷെയർ റോഡിന് കുറച്ചിട്ട് പോന്ന ലെഫ്റ്റ് റോഡ് ഉണ്ട് Maldini getting കരിപ്പണ്ണ this one അമ്പലത്തിലേക്കുള്ള clear. വഴി. അതെ അതെ And അതെ he's had a hit. It's their second corner of the game. പേര് Defending of the ജോർജീന അറിയണ ഞാൻ അപ്പൊ പറയാൻ നിൽക്കുന്നു Carvajal. റമീസ് റോഡ്. Well, now here's a good battle, bicep to bicep. We're seeing some really good pressure being applied here, Peter, particularly from those guys up front. And it just, I suppose, Jim, denies the others time and space. Well, I would call it blanket suffocation. Every single player is committed to the press, and there's simply no way out. മിസ്റ്റേക്ക് കുറച്ചാൽ തന്നെ കളി തോൽക്കണ പറയും. It's a good spell of possession, this. Well, that was well positioned and well pinched. They can't hurt with their backs to goal. കുറച്ച് വലിച്ചിടണ്ടേ. Now it's Mbappe. Oh, the ball's come loose here. അങ്ങോട്ട് വലിച്ചാൽ മതി, കുറച്ച് സൈഡ് കണ്ട് കുറച്ച് വലിച്ചാൽ മതി. So, third corner of the game. Barcelona are looking to go forward now. It's anyone's ball now. And it's Zanetti. Zanetti. Is there any support? He might not need it. And he's there to belt it away. പിന്നെ വന്നിട്ട് എന്താ മുണ്ടായിരിക്കണ റമീസറോ? Aubameyang. Can he get on the end of this? Oh, that was vital. Well, there's no such thing as a bad time to score, but this would sure be a good time. Well, it looked promising for a moment, but it came to nothing. Oh, good goal, good goal, good goal, good goal. Mbappe is magnificent! About as smooth as it gets. Very good ball, very good ball. Very And good. a trademark move ends with the inevitable classy finish. Well, it's an example of counter-attacking at its finest. Real cut and thrust. They have what they wanted, the first breakthrough. Oh, he's just loving that. Certainly gives you a very unique feeling. Tremendous. Gattuso is a perfect combination of brain and brawn. And here's Mbappe. Can he finish? Oh, it rattles the bar. And that interception was most necessary. He read that really well and stopped it. Now it's Vieri. And it's Gattuso. And that'll be the final action of the first half. There's been no shortage of industry or intent thus far. A little inspiration and inventiveness perhaps the only thing lacking. It's a dressing room that needs rousing at half time because they've not really been at it so far. If the pep talk works, we may see a very different side second half. We need to. Guys, പോരെ അതായത് ഹൈ ലെവലിലേക്ക് കിട്ടണമെങ്കിൽ നമ്മളുടെ ടൈപ്പ് കുറെ ടൈപ്പ് പറയേണ്ടി വരും.
Whistle goes, and we start the second half. It's not easy being down in situations like this. I know it's an overused term, but you really have to play with courage. Be brave, and let's see where it gets you. You might just get lucky because of it. Oh, shooting chance! They've scored! A 2-goal lead, and they're firmly in control. And he stuck it away as if laser guided. Just way, way too good, Peter. The keeper was never going to stop it. So that's 2 now without reply. Well, with this kind of authority, Peter, why not push on and totally kill this off? Defending was strong and firm. In with the challenge. And this is Vieri, distributed tidily. Well, that's good defending. He squeezed the play and he gave him no chance to get on the turn. Vieri! Oh, he's been caught on it here. Maldini knocks it into space. And they're not going to make any further progress now. എന്ത് കളിയാണ് കളിക്കണ്. Well, the way this game is offering less possession, they'll need to have a very good conversion rate. പാക്കറ്റ് ലൂസർ എന്താടാ? Gattuso has a look inside the box. So, Jim, is that the manager telling the forwards that they must stay forward for now? Well, I think he just is concentrating on the shape here, and he wants them to press as high as they can and get in the right position to do that collectively. Oh, how that cross missed everyone is an absolute mystery to me. It warranted a finishing touch. Just about up to the hour now. Oh, it's a promising build-up, this. Plenty of really nice passing. Mateus. And here's Mbappe. Great chance! Relentless! Just relentless! അല്ല Up by 3. They have their boots on the throats of their foes. It is a good finish. The odds were against him. Little matter. Mbappe demonstrated great strength there. I mean, he really had to hold his man off and just create enough room for him to be able to get the shot away. Mbappe! And it's in! Yet another goal in an awesome performance. They are in complete charge. എന്താ ചെയ്യാ കിടിലനൊപ്പോ കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഉണ്ടായില്ലടാ. ഞാൻ ആരോടി പോയി കിടിലനൊപ്പോ കുഴപ്പമില്ല. പക്ഷേ ചില മിസ്റ്റേക്ക് ഉണ്ട്. ഇന്ത്യയുടെ മിസ്റ്റേക്ക് ഉണ്ട്. ഇന്ത്യയുടെ നല്ല മിസ്റ്റേക്കാ. You can't afford to switch off for a moment. And with that, the hat-trick is complete. Well, he's made this game all about him. He's got a fantastic അപ്പൊ ഞാൻ appetite കയറി for പോകാൻ goals. വേണ്ടിട്ടേ ഞാൻ നിർത്തി പോകാൻ വേണ്ടിട്ടാണ് ഈ പൗസ് ഇട്ടിക്കണേ. നമ്മളുണ്ട് നിർത്തി പോണു. നമ്മള് നിർത്തി പോവില്ല. നെവർ എവർ. 60 മിനിറ്റ് ആയോ? അപ്പൊ ആളെ മാറ്റല്ലേ. എന്റെ കളിക്കാരന് കളിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആളെ മാറ്റേണ്ട ആവശ്യമുണ്ട്. ശരി. അതെ Se va a realizar un cambio de jugadores. 1080p. So the manager can make a change for the first time in the game here. Madrid are at the peak of their powers. As for their opponents, a long way from that. And things are much healthier in their favour. Mind you, you would have thought that when the last one went in. ശരി. ഞാൻ എനിക്കല്ല ബോൾ ഇട്ടിക്കണോ? എനിക്കുള്ളൂ. Haaland.
Haaland really needed to concentrate on protecting the ball. Then again, he was being very closely marshalled. Goes for a shot! And yes, it's there! Concentration boy. And it adds further to a heavily one-sided scoreline. This is getting punishing. Absolutely no element of fluke either. Makes this even more worrying in some ways. As if 3 weren't enough, this is nigh on utopian. It's become a case of men against boys. Well, it's been an absolutely fabulous spell for them, and they're starting to look unstoppable. Takes a shot! Taken with style. And the chasm continues to widen. A brutal statement that underpins where these teams are at. Well, I think we've reached the point when even damage limitations is... Takes a shot! Oh. Oh, he really got hold of that. Well, the defence are in a good position to get behind the ball and let them just try from range. Nuno Mendes. And it's Carvajal. Chouameni. Now it's Aubameyang. Oh, that is good. Super running, sharp movement. Came up against a defender, though, who was ever so determined. I'm not sure the shot was ever on there, really. There were just too many bodies in the way, Peter. Now it's Bale. And he's been shifted off it. Van der Ven, defending his corner stubbornly, stood up very well to his man. Can he get it through? Now it's Mbappe. And claimed it back swiftly. Delivered. Terrific header! Really well taken goal. They are getting horribly bullied, and it seems there is plenty more to come. Well, it's a goal fest, and the fact it's so one-sided now is getting scary. Well, that's really winded the opposition. You can see their manager screaming on the touchline, telling his team to calm down, but they'll need to do that pretty quickly. It's composure from here. And it's Messi. Nicely shaped ball. Well, the chip pass hasn't quite come off. Telegramil paisa undo. Tries to play it through. He's shifting through the gears here. That's good play. Oh, what has happened here? Chiellini promptly onto that, and that is that. Rui Costa. Now the ball's gone astray. Oh, he's been caught napping. Mateus's delivery. Just seeing the board now, it's going to be 5 extra minutes. Haaland. Floated through. So that's it. It is all over. Barcelona cannot spin this any other way. They came up against opponents who were thrilling. എന്തൊരു കണ്ണം ബ്രോ. ഞാനൊരു നല്ല മോനാണെന്ന് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയണ്ടല്ലോ.
Astagfirullah. ഓക്കെ ബ്രോ ഓക്കെ ബ്രോ. എന്താ പറഞ്ഞേ? എബട്ടോ പറഞ്ഞേ? Astagfirullah. വെൺപോടെ വെൺപോടെ എന്ത്? വാട്സപ്പിൽ ഇപ്പൊ എനിക്ക് കമ്പ്യൂട്ടർ അതെ. അച്ഛൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പറ്റും. ഇട്ടിട്ടുണ്ട് നോക്കി. അവിടെ പോയിനിടയില് കിട്ടടാ ഗൈസ്, കിട്ടി നമുക്ക് പെലനെ കിട്ടി ഗൈസ്. One of my dream come true. വെൺപോടെ ഒരു ഡ്രീം കഴിഞ്ഞ്. ഇനി നമ്മളെ അല്ല ബ്രോ R9. ഹലോ 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 Yes, yes, yes. എനിക്ക് ഞാൻ തന്നെ ആലോചിച്ചപ്പോ അറിയടാ. സന്തോഷാണ്. ആടാ വർജാൻ ബ്രോ. ഇവിടെ പറയണ ഇതെങ്ങനെ ചോദിച്ചാ കൊനാവിക്ക് അറിയുള്ളൂ. ഞാൻ കറക്കിക്കൂടാ, ഞാൻ കറക്കിക്കൂടാ. അതില് കണ്ടില്ലേ 110 40 കറക്കിക്കൂടാ. ആദ്യമൊക്കെ മറ്റേ ജെർഡ് പിള്ളേരുടെ കിട്ടി, ഇപ്പൊ പെലലി കിട്ടി. DM-ല് മെസ്സേജ് ഇട്ട്. താങ്ക് യു താങ്ക് യു ഒരു പ്രോഗ്രഷനും കൂടി ഉണ്ട്. അതും കൂടി താങ്ക് യു താങ്ക് യു താങ്ക് യു. നമുക്ക് മാത്രം കിട്ടിയില്ല. സത്യം ഇത്ര കാലം ഇവരാരൊക്കെ കോമ്പഡിക്ക് ഉണ്ടായിട്ട് ഞാൻ എന്തൊക്കെ ഇത്ര ചോദിച്ചു സന്തോഷിച്ചിട്ടില്ല പോയി. വെൺപോടെ. എവിടൊക്കെ മിണ്ടാ പോയിന്ന് വെച്ച് ഞാനേ അല്ലേ? BC-ല് നമുക്ക് പെലനൊക്കെ BC എന്തോ ഹാങ് ആയി. ഞാൻ എന്തോ ഫോട്ടോ റെഡിയോ നോക്കിയതാ, ഹാങ് ആയി നിന്നു. ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനങ്ങ് ശരിക്കും പുറത്ത് കുറച്ച് നേരം പോയതാ ഫുഡ് കഴിക്കാം. എസ്കേപ്പ് അടിച്ചിട്ട് എന്തെങ്കിലും റൺ ഔട്ട് നോക്കി നോക്ക്. എന്റെ കണ്ണ് ഇമേജിന്റെ സത്യം ബാക്കിലൊക്കെ ഫയൽസ് കയറി വരും. സ്വാഹ. മർജാൻ മർജാൻ ബ്രോ ഫ്രണ്ട്ലി ആണ്. ഞാൻ PS5 കളിക്കുന്നത് ബ്രോ. വേറെ പോയി കളിക്കാം. എന്റെ PC വാങ്ങിച്ചു വെച്ചില്ലടാ. മൊബൈലല്ല. അറിയാത്ത എന്തെങ്കിലും സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഒക്കെ കൊച്ചു കുട്ടികളൊക്കെ രാവിലെ വരണം, രാത്രി കളിച്ചുവിടാം. ചോദിക്കണ്ടായിരുന്നു. മറ്റേ ഡയലോഗ് പറടാ. കാലിന്റെ ഉള്ള സാധനം പറ. എല്ലാവർക്കും അവിടെ തന്നെയില്ലേ? നീ ഒരു സാധനം സ്പെഷ്യൽ സാധനം പറയാറില്ലേ? പറ. മുക്കാൻ വരണ്ട മുക്കിത്തോറുമാണോ? വേറൊന്നും പറയാറില്ല. ഓക്കെ ബ്രോ ഓക്കെ ബ്രോ. വെൺപോണ്ടയുടെ ഡയലോഗാണ്. ശരിക്കും മുക്കാൻ വരണ്ട. കേക്കാം. ഏ ഇടയ്ക്ക് എന്നെ തൊള്ളേന്ന് കേക്കാം. ഈ ഡയലോഗിന് ഈ അസ്രാലി പറഞ്ഞതിനിപ്പോ ഞാനൊന്നും പറയാറില്ലല്ലോ അങ്ങനത്തെ ഒരു സാധനം. പറയാറുണ്ട്. അതെനിക്ക് കൗണ്ടർ ഇല്ല അല്ലേ? നിനക്കുണ്ടായിരുന്നു. ഞാൻ പറയാറുണ്ടെങ്കിൽ ഞാൻ വന്നാനായിരുന്നു. അതാണ് ഞാനും പെരുമാനും തമ്മിൽ അങ്ങനെ പറയടാ പുള്ളി. മരുന്നില്ലേ, മരുന്ന് മാറിയോന്ന് എനിക്ക് ചെറിയൊരു സംശയം. നായക്കൂട്ടിന്റെ അടി കിട്ടി നമുക്ക് പെലനെ കിട്ടി ഗൈസ്. ചിക്കൻ കാലെടുത്തോണ്ട് പോയി. One of my dream come true. ഒരു ഡ്രീം ഇനി നമ്മളെ R9 കൂട് പലകടാണ്. പലക സന്തോഷാണ്. വർജാൻ ബ്രോ. ഇതെങ്ങനെ കൊനാവിക്ക് അറിയുള്ളൂ. ഞാൻ കറക്കിക്കൂടാ, അതില് കണ്ടില്ലേ 110 40 കറക്കിക്കൂടാ. ആദ്യമൊക്കെ മറ്റേ ജെർഡ് പിള്ളേരുടെ കിട്ടി, ഇപ്പൊ പെലലി കിട്ടി. താങ്ക് യു താങ്ക് യു എങ്ങനെ ഓടിക്കാണ്ടിരിക്കും. താങ്ക് യു താങ്ക് യു താങ്ക് യു. അസ്കറിനോട് എന്തൊക്കെയാ പറഞ്ഞത്? ഇത്ര കാലം കോമ്പഡിക്ക് ഉണ്ടായിട്ട് ഞാൻ അത്ര സന്തോഷിച്ചിട്ടില്ല. മൂട്ടിട്ട് ഓടിയ പോയതാണോ? അല്ലേ? നമുക്ക് പെലനൊക്കെ
നേരെ വരില്ല കേട്ടോ. ശരിക്കും അൻപോണേ ആ യൂസ് ചെയ്ത ഐറനി ഇത് നോക്കി ടയറിന് വരുന്നേ ഒന്നുമില്ല. വെറുതെ ഈ ഇപ്പിട്ട സാധനം വാട്സപ്പിലുള്ള നോക്കിയേ. Can you see the difference? മർജാൻ ബ്രോ Same അല്ലേ? ഫ്രണ്ട്ലി യാത് പ്ലേ PS5 കളിക്കുന്നത് ബ്രോ. മറ്റേ ഷൂട്ടിങ് പുറത്ത് മൊബൈൽ അല്ല. എന്നിട്ട് വ്യത്യാസം നോക്കി പാസ് കാണാം കേട്ടില്ല. ക്രിയേറ്റീവ് പ്ലേ മേക്കറിനെ പാസ് വേണം. അപ്പൊ ഞാനിതിൽ പാസ് ഇട്ടിട്ടുണ്ട്. മറ്റേത് ഫിനിഷ് ചെയ്ത് കളിക്കണമാർക്ക് വിളിച്ചിട്ടുള്ള ഫിനിഷ് ചെയ്ത് കളിക്കണമാർക്ക് ഈ ഫിനിഷിങ് കൂട്ടിയിട്ടിട്ട് പാസ് ചെയ്ത് കളിക്കണമാർക്ക് പാസ് കൂട്ടിയിട്ടിട്ട്. കാരണം ഫിനിഷിങ് കുറവാണ് ബ്ലിറ്റ്സ്കൾ ഉണ്ടെങ്കിൽ പണി വാളും. ഒരു 4 കൂടി ഡ്രിബിൾ ഒരു 4 ആക്കിയിട്ടേ ഒരു പാസും കൂടി കൂട്ടിയാ കുറച്ചുകൂടി സൂപ്പർ. എല്ലാ ഡ്രിബിൾ 4 ആക്കി കഴിഞ്ഞാൽ ആ സാധനങ്ങൾ മൊത്തം 94 ഒക്കെ ആവും. അപ്പൊ ആ ഡ്രിബിളിൽ ഭയങ്കര വ്യത്യാസം കാണിക്കും. സോ മച്ച് ചേഞ്ച് കാണിക്കും. കുറച്ച് പാസ് നല്ലതാണ്. ഇനി വേണ്ടട മാസം ഇതന്നെ ഒടുക്കത്തെ മാസം 89 88 90 എത്തിച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഷോക്കായി പോകും. കാരണം ബാക്കിയുള്ള ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസിങ് ഒരെണ്ണം കൂട്ടുന്നുണ്ടെങ്കിൽ ഡ്രിബിള് ഒരെണ്ണം കുറച്ചാൽ പോരാ. 2 പോയിന്റ് വേണ്ടേ. 8 എത്തും. 8 പറ്റും. 2 പോയിന്റ് മതിയാവും. പക്ഷേ ഡ്രിബിൾ ഒരെണ്ണം കുറയ്ക്കാൻ പറ്റും. 4 കേൾക്കാൻ പറ്റും. 7 8 കിട്ടിടാ ഗൈസ്. കിട്ടി നമുക്ക് പെലനെ കിട്ടി ഗൈസ്. 3 4 ആക്കാൻ പറ്റും. കാരണം 5 ഉണ്ടല്ലോ. 5 കുറയ്ക്കുമ്പോ 4 വരുമ്പോ 2 പോയിന്റ് കൂട്ടാം. ഇനി നമ്മളെ R9 അടുത്ത ഡ്രീം. എനിക്ക് ഞാൻ തന്നെ ആലോചിക്കുമ്പോ സന്തോഷാണ്. ഇതെങ്ങനെ ചോദിച്ചാ ഒരാൾക്കറിയുള്ളൂ. ഞാൻ കറക്കിക്കൂടാ. ഞാൻ കറക്കിക്കൂടാ. അതില് കണ്ടില്ല 110 40 കറക്കിക്കൂടാ. ഇപ്പൊ പെല നീ കിട്ടി. താങ്ക് യു ഇതിങ്ങനെ കാണിച്ചു കൊടുത്താൽ ഇൻസ്റ്റാഗ്രാം ഓൺ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. പ്രോഗ്രഷൻ വരുന്ന പ്ലേസിന്റെ പഴയ വലിയ പ്ലേസിലേക്ക് ക്രിയേറ്റ് ചെയ്തോളാം. അടുത്തായിട്ട് 8:30 സമയം. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ശരിക്കും സെർവർ ഉണ്ടാക്കണം. ഇനിയും സെർവർ ഇവിടെ കൂടി ഇട്ടാ പോരെ. ഇനിയും സെർവർ വേണം അവിടെ. അതല്ല വാട്സ്ആപ്പ് ഗ്രൂപ്പാ. ഡിസ്കോർഡ് സെർവർ അല്ല. ബ്രോ PS5 കളിക്കണത് ബ്രോ. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പൈസ കൊടുക്കണം. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്താൽ പൈസ കൊടുക്കണം. വരുമാനം ഇറ്റ് ഈസ് ടു മച്ച് ഡിഫിക്കൽട്ട്. വിൽക്കുന്നതിന് മുന്നേ 4 8 പരിപാടിയായി പോകും. അതെ ഇപ്പൊ വേണ്ട. ഇപ്പത്തെ എല്ലാം പറഞ്ഞേ. ഞാനിപ്പോ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. നീ ഫുഡ് കഴിച്ചാ? ആ അത് ശരി. അപ്പൊ ഞാൻ തിന്നണ്ടാണ്. ഉപ്പുമാവ് പിന്നെ ഞാൻ പറയാം. വായിക്കൂടി തന്നെയല്ലേ നീ കഴിച്ചത്. ഞാൻ പറയാം. ഇല്ല ഫുഡല്ല. മറ്റേ ബാറ്റ്മാന്റെ ഒക്കെ കണ്ടിട്ടില്ല വെബ് സീരീസ് അങ്ങനത്തെ. അത് ലെഗോ. ഒന്നുമില്ല. നേരെ പോയിട്ട് കിട്ടി നമുക്ക് പെലനെ കിട്ടി ഗൈസ്. One of my dream come true. ഒരു ഡ്രീം കഴിഞ്ഞ്
നമ്മളെ R9 അടുത്ത ഡ്രീം. യെസ് 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 എനിക്ക് ഞാൻ തന്നെ ആലോചിക്കുമ്പോ സന്തോഷം. വർജാൻ ബ്രോ ഇതെങ്ങനെ ചോദിച്ചാ കൊനാമിക്ക് അറിയുള്ളൂ. ഞാൻ കറക്കിക്കൂടാ അതിന് കാട്ടില്ല 140 കറക്കിക്കൂടാ. ആദ്യമൊക്കെ മറ്റേ ജെർഡ് പിള്ളേരുടെ കിട്ടി, ഇപ്പൊ പെലലി കിട്ടി. താങ്ക് യു സത്യം ഇത്ര കാലം കോമ്പഡിക്ക് ഉണ്ടായിട്ട് ഞാൻ അത്ര സന്തോഷിച്ചിട്ടില്ല. സത്യം ശരിക്കും ശരിയാണ്. മർജാൻ ബ്രോ ഫ്രണ്ട്ലി ഞാൻ PS5 കളിക്കണത് ബ്രോ. PS5 ആണ്, മൊബൈൽ അല്ല. ഞാൻ കേൾക്കണ ഓൾഡ് പാട്ട് നീ പോലും കേട്ടിട്ടുണ്ടാവില്ലാട്ടാ ചിലപ്പോ. ഓക്കെ ബ്രോ കണ്ണമ്പ്രം ഉണ്ടോ എന്റേതായിരിക്കും. ഷായിക്കിന്റെ തന്നെ. ഹലോ ഗായ്സ്, ഐ ആം ബാക്ക്. വെൽക്കം ബാക്ക് ടു മൈ സ്ട്രീം. റമീസ്രോ പോയോ? റായിക്കെ ഫുഡ് കഴിച്ചിട്ട് വരാം. ശരി, പാണ്ഡ്യ അല്ല പൊളിയാണല്ലോ. അറെ ഹാർദിക് എന്നെ ഫ്രണ്ട് ആക്കുവോന്നോ? ഏതിലാ ഫ്രണ്ട് ആക്ക ബ്രോ? ഇത് ഞാൻ പ്ലേ സ്റ്റേഷനിലാ കളിക്കണേ. അൽമിയാവ് ആക്കിക്കോ. അൽമിയാവ് മറ്റേ ഫോണിലല്ലേ കളിക്കണേ? ക്രൂരൻ കാക്കെ എന്താ ചെക്കനെ വെറുതെ പാട്ട്. PS5 ബ്രോ, PS5 അൽമിയാവ് ബ്രോ, PS5 ആണ്. ഒരു ഇതില്ലേ ഞാൻ അങ്ങനെ അനാവശ്യം പറയില്ല. ഓൺലി ഇൻ ഗെയിം. Hi Karthik bro, welcome back. Bring it on. Hype, expectation, emotion. The game yet to kick off. The excitement already palpable.
ഐ കാർത്തിക്കിനോട് അൽമിയാവോ ആയി ബ്രോ. Some terrific scenes here in Barcelona. My goodness me, it's made even better by 100,000 supporters in full voice. So we're up and running. Jim, which player is best equipped for this game? Yeah, Virgil van Dijk. He's just about unbeatable in every department, Peter. He's strong, he's quick, he's totally dominant in the air. And what's more, he seems to really love a tussle. His passing's good too, and he never seems to lose it in important areas. I'd expect this team to notch up a lot of clean sheets with him on board. Yeah, he'll certainly be leaving his mark on this game, quite possibly actually at both ends. Well, he's not happy with that challenge, but the referee has let it go. He's had a shot! Loose ball now, and there's a chase on to retrieve it. Messi going face-to-face with his great rival. Now it's Rui Costa. That has been slung wide. He's got away. Takes a shot! And that's what you call inspired goalkeeping. Eto actually didn't do an awful lot wrong, to be honest. And we have our very first corner. പക്ഷെ അതല്ല എന്റെ ഒരു തല്ലിപ്പൊളി ഫ്രണ്ട് ഗൾഫിൽ And he's there to clear it. അപ്പൊ പേടി പുറത്തേക്ക് വിളിച്ചോണ്ടാവും ചിലപ്പോ. Arsenal have the chance to go the other way. ഇവിടുമ്പോഴേക്കാരോ വിളിക്കാം. ഒന്നും കുഴപ്പമില്ല. Couple of decent early chances. It bodes well for an exciting game. Now it's Eto. Rui Costa. Rice. This is the time you need that pace. ജിമ്മിനാണ് 6 മണിക്ക് പോകും, 6 മണിക്ക് നിർത്തും നോമ്പറക്കണ. Excellent challenge there. Uncompromising. And Dijk promptly onto that, and that is that. അല്ലടാ നോമ്പ് അറിഞ്ഞിട്ടാ പോണത്. Tries from distance. 2 ലിറ്റർ വെള്ളം എടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയിന്നേ. കഴിഞ്ഞ പ്രാവശ്യം 20 നോമ്പ് വരെ പോയി. പിന്നെ ഞാന് കടയിൽ തിരക്കായി. പെരുന്നാൾ സീസൺ. Barcelona are looking to go forward now. സെപ്റ്റംബർ വരെ പണിക്കാരനായിരുന്നു. Nice looking ball. Whatever happens, that's the kind of movement which raises hope. Skillfully cut out. He is so at ease on the ball. And it's Messi. Pinches it off him. And that's a foul. Simple decision for the referee. It's a good 35 yards out this. I just thought that one needed a tad more lift. Easier said than done, of course. Oh, he's caught him there. It's a free kick. Well, that's a booking. Always looked it. ഞാൻ എന്തിനാ സ്പിൻ ചെയ്യുന്നു? പെഡ്രിനെ ഇറക്കിയിട്ടില്ലേ? പെഡ്രി ഉണ്ട് ഇന്റെ പക്ഷെ പെഡ്രിനെ. Messi. Still goalless. They need to play this quicker in transitions like this. And that could set him on his way. Shot a goal! Rashford. Can he spark a counter here? That has not gone well. Well, I'm not quite sure he needed to hold up play quite as much as he did then. A couple of his teammates were very annoyed. Now it's Matheus Cunha. Just eases him off the ball. And it's Messi. Now it's Ibrahimovic. That's a nicely shaped ball. And that pass just didn't quite work. And no, that is pretty much the end of that. Now, can they get him away? Zanetti. Ibrahimovic, a player who needs no introduction. Played back in. That's just playing it safe and simple. And the whistle's gone, presumably for offside. അയാൾ എന്നോട് ഓടി കാണിച്ചിട്ട് ത്രൂട്ട് തരാൻ പറഞ്ഞത്. ഞാൻ ത്രൂട്ട് കൊടുത്തപ്പോ
That is ended up in no man's land. അതെ അതെ അങ്ങനെയുണ്ട്. Rice. And it's Zanetti. He's gone for goal! Oh, that was a brilliant save. Zanetti is offering a wry smile there. Arsenal have their second corner now. And now a sudden chance to counter. Oh, easy picking. And Messi! They want to be quick to recover. Oh, he's been Rashford! And collective relief etched on the faces of the defenders. Modern football for you. You get zero time to think on the ball. Take too long, and that happens. It gets pinched. That's a risky ball, you've got to say. That's a good ball out wide. And there's his chance to lead the counter. Oh, that's a key interception. Rui Costa. Zanetti. Now that looks a decent ball. And that's aimed into the middle. And he's cut it out. Rui Costa can see things others simply cannot. Messi. Ibrahimovic. Arsenal are totally dominant in the middle of the park. A no way through zone. Back into the middle. It's a threatening ball. And the first 45 minutes are up. It hasn't been a bad watch, not by any means. The intensity levels are there. We've just lacked that telling breakthrough moment. An engrossing half, but we're still where we started. എന്താണ് പണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയല്ലേ ഫൈനലൊന്നും ഞാൻ കാണുന്നില്ല. ഭയങ്കര ടെൻഷൻ. ഫൈനല് അതുപോലെ പാകിസ്ഥാന്റെ കളിയൊന്നും ഞാൻ കാണൂല. ഭയങ്കര ടെൻഷനാ. ഞാൻ കണ്ടു, ബൗളിങ് കണ്ടു. പിന്നെ എന്താ വെച്ചാൽ ഉറപ്പായില്ല. പിന്നെ അല്ല റിങ്കു ഇറങ്ങിയത് വരെ രണ്ടാളും പോയിക്കണല്ലോ. പക്ഷെ കളി കഴിയുകയും ചെയ്തിട്ടോ. 193 റൺസ് ഉണ്ട് കേട്ടോ. റൺസ് ഉണ്ട്. അവരെന്താ ചെയ്യടാ, അവര് ചെയ്യാൻ കഴിയോ? സുബ നല്ല പൊളി കളിച്ചുകൊണ്ട് 66 റൺസ്. അല്ല നമ്മക്കിപ്പോ തോറ്റാലും ജയിച്ചാലും ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ ആകെ അഭിഷേകിന്റെ ഫോമാണ് ഇപ്പൊ ടെൻഷൻ. നമുക്ക് സൗത്ത് ആഫ്രിക്കനായിട്ട് ജയിച്ചാൽ നമ്മൾ ജയിച്ചു കളി. നമ്മൾ സെമിയിലെത്തി, അത് ഉറപ്പാണ്. എല്ലാരും നല്ല പൊങ്ങിലാണ്. അല്ല വെസ്റ്റ് ഇൻഡീസ് മീൻസ് പിന്നെ സിംബാബ്വെ തോൽപ്പിച്ചാൽ നമ്മൾ എന്തായാലും എത്തി. വെസ്റ്റ് ഇൻഡീസിന് പ്രശ്നമല്ല. നേരെ വെച്ച് സൗത്ത് ആഫ്രിക്കനായിട്ട് തോൽക്കാണെങ്കിൽ പണിയായി. വെസ്റ്റ് ഇൻഡീസിന് ഈ പന്നികളൊക്കെ IPL കളിക്കൊണ്ട് ഈ പന്നികൾക്കൊക്കെ പിച്ചിന്റെ സ്വഭാവം അറിയാം. നമ്മളവിടെ തന്നെ പാകിസ്ഥാന്റെ കളിയൊക്കെ ശ്രീലങ്കയിലേക്ക്. അതല്ല ഒരാൾക്ക് ഞാൻ അതല്ലായിരിക്കും ഈ കുരിപ്പിന്റെ അണികളുടെ ഫൈനലിൽ വന്നാൽ നമ്മൾ ഫൈനലിൽ ശ്രീലങ്കയിൽ പോയി കളിക്കേണ്ടി വരുമോ? അല്ല എത്തൂല എന്നുള്ളത് വെറുതെ. വലിയ ടീമിനെ കിട്ടിയിട്ടില്ല. നമ്മളായിട്ടാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ പോകരുത് കേട്ടോ. അവര് പറഞ്ഞില്ലെങ്കിലും പാടില്ല, നമ്മള് പോകരുത്. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ അവർക്ക് വേണ്ടിട്ട് ശ്രീലങ്കയിൽ പോയി കളിക്കാരൻ എന്ത് കഷ്ടമാണ്. അലൻ ജോൺ ബ്രോ പറയൂ. അല്ല നമ്മൾ അവിടേക്ക് ഗ്രൗണ്ട് ആക്കൂല, ഒരുപാട് ഇവിടെ കളിച്ചോട്ടെ.
The defence, though, able to hold on this time. Look, the only way of നമ്മളതിലല്ല becoming... ഇപ്പൊ He's gone for goal! അതുകൊണ്ട് കുഴപ്പമില്ല. Oh, that was no ഞാൻ routine PS5 save. കളിക്കുന്നു ബ്രോ. Really looked sharp there, didn't he? അതാണ്. That's very well played. പിന്നെ അതല്ല ആ പൈസ നമ്മളെ ടിക്കറ്റിന്റെ പൈസയൊക്കെ നമുക്ക് ലാഭമല്ലേ. മറ്റേത് നമ്മള് ശ്രീലങ്കയിൽ നിന്ന് നമുക്കൊന്നും കിട്ടൂല. And it's Serginho. ഇല്ല. And here's Messi. And Berbatov! And that's straight down the keeper's throat. Yeah, that's a decent try when you consider the range. It's played through for him. Big chance! He overcooked that one, aiming for perfection, and he got it അതാണ് slightly wrong. അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. ഇപ്പൊ അടുത്ത് കുറച്ച് കാലമായിട്ടല്ലേ ഉള്ളൂ ഒരു അതുമല്ല പണ്ടൊക്കെ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ലല്ലോ. പക്ഷെ ഒരു വൺ ഡേ വന്ന പക്ഷെ ഒരു വേറെ കളിയാവൂടാ. അതാണ് Final checks on the touchline. A change about to occur. Now it's Berbatov. Looking to play him in. Expertly cut out, really nicely done. And here's Wirtz. Zanetti crosses. It's run loose. Who's going to get there? So, third corner of the game. സൂപ്പർ ചാൻസ് ഇബ്രാഹിമിനെ കൊണ്ടുപോയിട്ടാണ് കുറവ്. കിഴക്ക് സൂര്യൻ ഉദിച്ചല്ലോ, വാനിൽ പറവ പറന്നല്ലോ. പാടിയല്ല പറഞ്ഞതാണ്. Concentration levels are very good, and so is the commitment. This game could yet yield a winner. Pullet. Last-ditch defending, but that'll do. Deftly out wide. Pedri, Chiellini produces the perfect tackle there. Well, that's beautifully weighted. And this is Bale! He's managed to get it all wrong. The look of disbelief on the faces of his teammates. രണ്ട് ഷോട്ടാണ് പാറായിക്കെ കറക്റ്റ് കയറിന്റെ വാള് പുറത്തേക്ക് അടിക്കണേ. എന്താ ഇതിനൊക്കെ പറയും. പിന്നെ ഓനെ തോൽപ്പിക്കുക അല്ല ഓനെ ജയിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഒന്നുമല്ല ഞാന് ഒരു ടാപ്പിനിൽ ഓൻ ഗോൾ അടിക്കും. അതാ കൊണ്ടാകുക. Now it's Bale. No, not quite on the same wavelength. No, that's been intercepted. Tries to pass it through. And this is Nedved. Little doubt, that is a foul. And he has shown him a yellow card. It's a good 35 yards out, this. And that's off target. They're avoiding the blatantly obvious by not getting the ball into the opposition box. That's where it has to be. Oh, that's well spotted. That's a sharp pass. Well timed, excellent interception. That is good alertness. Lovely pass, but can he get there? I think we might be done here, Peter. I don't see there being enough time for them to try again. Bale picks it up out wide. Big അങ്ങനെ തന്നെ What about
അവസാനം അടിച്ചതാണ്. has സോറി, got to be it. ഇതിലെ ലാസ്റ്റ് നിമിഷം ഗോൾ അടിച്ച നല്ല രസാട്ടോ. The movement so precise, the finish sumptuous. Yeah, when you're hit on the counter attack like that, it's like walking into a Camera sucker shake punch ചെയ്തൊക്കെ and they're കാണും. dazed. നമ്മളെവിടെ കളിക്കണിച്ചിട്ടാ? ക്യാമ്പിനോയിലാണ്. അറബി പറഞ്ഞാൽ മതി, അറബി അറിയില്ല എനിക്ക്. Barcelona take the lead. Now it's just a question of holding on. There's still a bit left in it, Peter, but they should find the necessary to avoid a slip-up now. Referee looks at his watch and blows his whistle. Well, that was tense. ഒരു Boy, പരാതി that was പറയണ്ട, tense. ഒരു പരാതി The two പറയണ്ട. ഞാൻ sides ജയിക്കാനുള്ള separated by കളിയാണ് the കേട്ടോ. game's ഞാൻ only goal. 3-0 ജയിക്കേണ്ട കളിയാണ്. അത് Bullet 1-0 voted അല്ല, man of the match No man and is the- deservedly so. ഞാൻ ഓനോട് സംസാരിക്കണ പോലെ So a dramatic game decided in its very last moments. Well, I just think that determination and persistence has paid off handsomely to squeeze the win out of a draw. Sometimes it comes down to grit and desire and the stubbornness to keep plugging away. And this has been great staying power. And that's where we have to end it. From me, Peter Drury, and my co-commentator, Jim Beglin, a very good evening to you all. ആറ് ഷോട്ടില്ല, 3 ഷോട്ടോ. അവനാ കൂടുതൽ ഷോട്ട് ചെയ്തിട്ടില്ല ഇപ്പൊ പിഷ്കൾ. വൈകുന്നേരം വോട്ടിൽ നടക്കണ്ട. വൈകുന്നേരം നല്ല അടി അടിക്കുമല്ലോ നീ. വൈകുന്നേരം നല്ല കയറ്റി പറ്റുമല്ലോ. പറച്ചിലോട്ടെ തോന്നും. എടാ ഇതിൽ ഇന്ന് ബുംറ അല്ലടാ. അറിയില്ല, ഞാൻ സ്കോഡ് കണ്ടിട്ടില്ല. ഫുൾ സ്കോഡ് ഷാഹിദാ കുഞ്ഞിപ്പെണ്ണേ. കുഞ്ഞിന്റെ അടുത്താണ് ബുംറല്ലേ ചോദിക്കണേ. അല്ല അതല്ലേ, ഞാൻ വെള്ളം കൊണ്ടേ പറയാൻ വേണ്ടി. $193 ചേസ് ചെയ്തോട്ടെ. ചേസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, രസം ഉണ്ടാവും കളിയാണ്. അപ്പൊ അല്ലേ, എല്ലാ ബോളിങ്ങും എല്ലാ ബോളിയും. ഞാനെപ്പോഴും അങ്ങനെ റിലാക്സ്ഡ് മാച്ചിലാണെങ്കിൽ എനിക്ക് ഒന്ന് അവരടിച്ചാലും കുഴപ്പമില്ലാതെ എന്തുണ്ടാവും. ഹാർദിക് പാണ്ഡ്യ മറ്റേ നമ്മൾ ഹർഷദീപ് ശരിക്കും സഞ്ജു മറ്റേ ആർക്കും പകരം അപ്പോ പിന്നെ സ്പിന്നർ ഒഴിവാക്കേണ്ടി വരും അല്ലെങ്കിൽ. കേറിയോണ്ട് മാത്രം കൺഫ്യൂഷൻ, കേറിയോണ്ട് മാത്രം. ഞാൻ ഈ ഫുട്ബോളിൽ പോയി ഞാനൊന്ന് ഒരു റിവാർഡ് കളിച്ചിട്ട് കേട്ടെ. അല്ല ഉണ്ടോ? ഇപ്പൊ വരാന്ന് പറഞ്ഞപ്പോ വരട്ടെ, കളിക്കാം. റിവാർഡ് കൊടുത്തില്ല. ഈ നായിക്ക് എന്തോ നല്ല ആയുസാട്ടാ. അല്ല ഞാൻ വന്ന നിനക്ക് എന്ത് നല്ല ആയുസ് പുറത്തേക്കല്ലേ കളിക്കല്ലേ. കൊറേ അയച്ചില്ലേ. സോറി ഫോർ ദ ഡിലേ. ഫുഡ് കൊടുക്കാൻ പോയതാണ്. ഫസ്റ്റ് ഓൺലൈൻ ഔട്ട് ആയിരുന്നു റായിക്ക്. കളിപ്പിക്കുന്നത് നീ പോണ കാര്യത്തിലുണ്ടായിരുന്നില്ല, പിന്നെ നിന്നോട് അതെ കളിപ്പിക്കാതിരിക്കാൻ പറഞ്ഞേ. ഇത് വന്ന മേത്ത് കൂടി ഇങ്ങനെ കയറി നക്കൊക്കെ ചെയ്യുമ്പോ നമ്മള് കളിച്ചു പോയി. അവിടെ ഇരുത്തണം, മര്യാദക്ക് എനിക്കൂടെ ഗെയിം കളിക്കാണ്ടെന്ന് പറയണം. അല്ല പിന്നെ നന്നായിട്ട് ഒരു നിലക്ക് നിർത്താൻ അറിയാത്തവൻ ഉണ്ട്. ഇന്ന് പൊടിപ്പിച്ചോടുന്ന ഇവിടെ ഉള്ളത് പൊടിപ്പിച്ചോടുന്ന മറ്റേ താഴത്ത് വീസിലോട്ട് പോയ മക്കളെ ഞാൻ അവിടെ ഒന്നും അപരാധിക്കും. എന്റെ അതൊക്കെ ഒന്ന് മേടിച്ചിട്ട് പൊക്കോ. നാളെ ഒന്നും എനിക്ക് അപരാധിക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുമ്പോ ബുദ്ധിമുട്ടാവും. ഞാൻ അവിടെ വന്നിട്ട് അപരാധിക്കും. കാർത്തികിന് പ്രത്യേകിച്ച് നോയിക്കോ. റമീസ് എന്തുണ്ടായി നമുക്കറിയില്ല. ഫുഡ് കഴിക്കാൻ പോയതാടാ.
റമദാൻ വെനം pack കഴിച്ചടാ. open ആയിട്ടുണ്ട്. വെനം ഇല്ല ഇവിടെ. വെനം പോയോ? റമദാൻ വെനം പബ്ജി ഇൻസ്റ്റാൾ ചെയ്തില്ലേ? അത് കൊടുത്തിട്ടതേ ഉള്ളൂ. വെനം ഉണ്ടോ? എന്താ ഇസ്രായേൽ പറഞ്ഞ റമദാന്റെ എടാ കഴിവേറി നിന്റെ കേടല്ലടാ. റമദാൻ പാക്ക്. ഏതാ? റമദാൻ പാക്ക് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. പേലടെ അതോ മറ്റേതോ? നമ്മുടെ നെയ്മറിന്റെ നാളെ ഇന്നലെ കിടിലായിരുന്നു. ലോഗിൻ ഞാൻ- ഡെയിലി ലോഗിൻ ആ. ഞാൻ ടൂർണമെന്റ് കളിക്കാൻ പോയി. തന്നെ എടാ, ഈ screenshot ഒന്ന് നോക്കിക്കേ. ആ മറ്റേ സെസ്കോ നല്ല കളിയാത്തരേ. ബുള്ളറ്റ് ഹെഡറൊക്കെ ഉണ്ട് കാരണം. പക്ഷെ എന്താ വെച്ചാ ഫോമാണ് പ്രശ്നം. ഞാൻ കാണുന്നില്ല. എടാ ആരെങ്കിലും മൈൻഡ് ആക്കടാ. ആരെയാ മൈൻഡ് ചെയ്യണ്ടേ? ആരായിരിക്കും? ഇവിടെ ഉണ്ടല്ലോ ഒരുത്തൻ. വീട്ടിലിരുന്നിട്ടാണല്ലോ കൊണ്ടൊക്കെ കൊടുക്കുന്നത്. ഇവിടെ യാവൻ കേടല്ലേ. പുരട്ടാ. CM-ആയിട്ട് അയച്ചതാ. എല്ലാരും പബ്ലിക് അയച്ചു. ഒരുത്തൻ തെറി അയച്ച് കാണിച്ചു തരാം. കുഞ്ഞിലോട്ട് മണത്തോടെ അത് ഉറക്കം. ടൂറിന്റെ തോറ്റിന്റെ ഫ്രസ്ട്രേഷൻ ആണോ അത്? കവി വേണ്ട. അല്ലേ ഈ തെറിയൊക്കെ ഞാനൊക്കെ തെറിയിട്ടത് ഇവനെ തെറിയിട്ടത്. അതന്നെ അവന് അതിന്റെ ഫ്രസ്ട്രേഷൻ ആണ്. ഇതിനെ തുടർന്ന് നീ ടൂറിന്റെ കളിച്ച കാര്യങ്ങൾ പറഞ്ഞത് ഞാനൊക്കെ പെൺപോൺ ഇട്ടത്. പച്ച മലത്തിൽ പറഞ്ഞ പോലെ അവരാദ്യം തന്നെ ഫോണിലാണോ? ഈ പാട്ട് കേട്ടിട്ടില്ല? തൊപ്പിയുടെ മാസ്റ്റർ പീസ് പാട്ടണത്. പാടി ജയിലിൽ പാട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. പാടി ജയിലിൽ പോയ ഇടിയുണ്ട പാട്ട്. ആര് പാടിക്ക്? തൊപ്പി തുപ്പേ ആര് തുപ്പിക്ക്? തൊപ്പി തൊപ്പി. തുപ്പി തുപ്പി. Well, what a sight this is. The colour, the choreography, the camaraderie. The fans have pulled out all the stops to make this a monumental occasion. Red is the colour. Hello, the only ആരെങ്കിലും colour. കാണുന്നുണ്ടെങ്കിൽ We bring you this game, of course, from Old Trafford, Manchester. If you're just joining us, ഹലോ we are ആരെങ്കിലും already on കാണുന്നുണ്ടെങ്കിൽ the ഒന്ന് way. ലൈക്ക് ചെയ്ത് സബ് ചെയ്യാ പ്ലീസ്. The unmistakable Daniel van Bouten. One of those players that's been there, done it, got the T-shirt. And perhaps that's his greatest strength, Jim, his experience. Certainly one of them, Peter, although for me his ചിന്ത all-round നമ്മള് game is പാസ് what വിചാരിച്ചോട്ട് impressed most. പോവാത്തത്. He's a credible goal threat too, both inside the box and from range. Yeah, he's got one mighty shot on him. I pass think it's true to കൊടുത്തിട്ടാണ് say he once direction burst a വലിച്ചിരിക്കുന്നത്. ball while taking a free അത് kick. പാടില്ലല്ലേ? I can actually imagine that. In with the challenge. Engages and forces him off the ball. Well, the defence proved infallible then, but that won't be the last they'll see of him. Drogba. No, not quite on the same wavelength. He won't be happy with that one. And that's the end of that. It all started well enough. ഓടിക്കോ എന്തായാലും ആൽബർട്ടോ ഇല്ലാത്ത പോലെ Now, can they get him away? Crosses it in. When it's delivered early like that, defenders just can't get themselves set. Nicely aimed pass. Well, that defending is unapologetically persistent. It's almost personal, and it had to be. Oh no, what has happened here? It is early, but the game hasn't yet sparked into life. Bruno Fernandes played out towards the right wing. Some good work on the right flank here. The pressing's intense, and it's paid off. Oh, that is good. Super running, sharp movement. Came up against a defender, though, who was ever so determined. Well, quality clearly deserted him at the crucial moment. Well, that's down to a simple miscalculation. No more, no less.
Nice and easy for the goalkeeper. Manchester United really are making good use of that right-hand side. The light is very much the colour green. Look, it's the width that's providing this momentum, and they look set to further exploit. Really aren't convincing right now. It has to start in defence, but the whole team needs a wake-up call. Well, the ball just didn't work out for the run that he made. Well, I think the opposition saw that pass coming a mile off, and it wasn't the best decision. Where's Mashmadino? They put to the cover. He has found a way through. Gattuso. Yeah, we're actually currently watching a contest of insipid probing. The only way is up, I hope. It's a pretty loose pass. Yeah, they were looking for a counter-attack. Now it's Pele. Nicely shaped ball. It is offering some sort of an apology there. His teammates are really annoyed with that, you know, and they have every right to be. No props. Yamal. Oh, now here's an interesting matchup. He slings it in. Goal kick as confirmed by the referee. Nicely spread. And he's managed to get free. That's good play. Ball driven towards the terrific header. Well, he got rid because he was under pressure. That, Peter, is wonderful reading of the game. Perfect positioning. Well played. And the pass is intercepted. Well, that's good defending. He squeezed the play and he gave him no chance to get on the turn. That has not gone well. Looking for a Manchester United couldn't really be more watertight in midfield. Not a trickle is getting through. It's a promising position. Zanetti, just like so many of his contemporaries, is proving very good at driving forward. And it's a crossfield ball towards the other flank. And it's Neymar. Lovely pass, but can he get there? He's shifting through the gears here. And we've reached half-time. Well, it was a half of could-haves and should-haves, but as the whistle blows, we remain where we started. Plenty for both managers to mull over here. What do you think we're up to after 45 minutes? Well, simply put, enough to trouble the opposition. They need to play with more courage in the second half and a lot more intent. So they head in no further forward. The score here still 0-0. ഞാൻ വിചാരിച്ചു ശ്വാസം കിട്ടായിട്ട് ചിരിച്ചിട്ട് ശ്വാസം That gets things going for the second half. Barcelona really are going to need to improve in a hurry if they don't want to fall behind here. Upping the intensity and the tempo will be their starting point. But it is clear to see that he is not at all happy with that. He made it look a bit predictable. He's found a way through. ഇക്കൊരു പ്രശ്നമുണ്ട് എന്താ അറിയോ ഈ പ്ലേ സ്റ്റേഷന് നമ്മള് 10 മിനിറ്റ് ഇതായി കഴിഞ്ഞാൽ നിൽക്കും അപ്പൊ നേരെ TV ഓൺ ആകും അപ്പൊ ടിവിയിലുള്ള എന്തെങ്കിലും പാട്ടുണ്ടെങ്കിൽ അതാണ് കേൾക്കും ഞാൻ ചിലപ്പോ ഇതായി പോയിട്ടുണ്ട് എവിടെയെങ്കിലും പോയിട്ട് വരാൻ വഴിക്കൊക്കെ Yeah, it can be very stylish and expansive to watch if they get it. He rises! So, that needed to be better, and he knows it. Well, you see what a difference it makes to have so many runners into the box. Makes life so much harder for that defense. ഹലോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ് ചെയ്യേ. Gets a good foot in there. Yamal. Maldini does well to get it back.
Barcelona have reclaimed it. ഞങ്ങളവിടെ ഒരുത്തണ്ടായിരുന്നു കേട്ടോ, ആന കച്ചറായിട്ട് നടന്നിരുന്ന ഒരുത്തനാണ്. മുമ്പിനല്ല ഓ പെട്ടെന്നാണ് നന്നായി. എന്നിട്ട് ഓ നന്നായ കുഴപ്പമില്ല നമുക്ക്, പക്ഷെ ഓന്റെ പറച്ചിലുണ്ട് കേട്ട് കഴിഞ്ഞാല് നമ്മളൊക്കെ നന്നാകാത്തത് എന്തോ കുറ്റുള്ള പോലെ. ആ ഓ നന്നായിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് എന്തോ ആയിക്കോട്ടെ, നമുക്ക് അതിന് കുഴപ്പമോ ടെൻഷനോ അല്ലെ, നമുക്ക് ഇതിപ്പോ നിങ്ങളും കൂടി നന്നാകണം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അത് ഓന് ഞമ്മളെ പോലെയല്ലേ, പറയാൻ പറ്റൂല. അങ്ങനെ അലമ്പായി കിടന്ന ആൾക്കാരാണ്. The defence, though, able to hold on this time. And that could set him on his way. And this is Vieri. It's Vieri! Oh, that was nice, but not quite the end product required. Almost the perfect move. Almost. The finish just wasn't quite at the same level. Nice looking ball. The most accurate pass. The ball's gone astray. They've been denied a chance to develop any rhythm in the passing department. That's beautifully weighted. Nice interception, well timed. That's really well manoeuvred. And reclaimed it in a trice. Zanetti. That's good pressing, squeezing the play. A deeply frustrating game so far. Certainly in terms of the scoreline, it remains 0-0. Oh, we expected better, and so did he. Pele, great vision. Pass is just off target. It's a quick ball upfield. Now it's Neymar. Bruno Fernandes. Neither of these two want to come off second best. Cannavaro. Up he goes! Well, that wasn't too dissimilar to the previous attempt. Manchester United really have stepped it up now. They could have been a bit more greedy and forced the issue. Pele! Closing in on the last quarter of an hour. Oh, he's trying to skip past his man. Maldini makes the interception. Chance here to counter. Cantona. Concentration levels are very good, and so is the commitment. This game could yet yield a winner. And it's Cannavaro. Lovely bit of skill. Stood up well to him there. Well, the crowd's impatience is an indicator that they haven't quite given up on a goal just yet. Steered out wide, but he won't reach that one. Well, he's hit it long, but astray. അവനും പിടിക്കണ്ടല്ലോ രമേശ് ബ്രോ, അവനും പിടിക്കുന്നു. And here's Cantona. Aimed beyond the defence. I think we might be done here, Peter. I don't see there being enough time for them to try again. That has ended up in no man's land. For a moment you felt that was going somewhere, but they'll have to go again. And this is... It's Drogba! Oh, it's come loose. He'll try to keep this alive. Well, he certainly wasn't in the mood to take any risks. Rijkaard. Cannavaro. Tries to play it through. And time is up. Frustration, exasperation, vexation, certainly from an attacking perspective. Neither side able to... അല്ല ഇപ്പോഴായിരുന്നില്ല പണ്ട് വാങ്ങിച്ച ടൈമില് എന്നിട്ട് രമേശ് ബ്രോ ഈ മൊത്തം ചാട്ട എന്ത് വെച്ചു ഒരു ദിവസം അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കാണാം കണ്ടു ഞങ്ങൾ പിടിച്ച്
ഹലോ ഗായ്സ്, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ജപ്പാൻ വെർഷൻ ആണ് ഷാഹിദ ഇതിൽ വെള്ളം നിറച്ചാൽ ചെല്ലി നല്ല ചൂടുണ്ട്. അല്ല ഇനി ഈ ഹോട്ട്സ്റ്റാറിലൊക്കെ അങ്ങനെ കാണിക്കോ? ആ യെസ്. അതൊക്കെ നമ്മുടെ നാട്ടിലെ തിയേറ്ററിൽ പോണ ഓഡിയൻസ് 18+ എഴുതി വെച്ച അപ്പ കൈക്കുഞ്ഞിനും കൊണ്ട് കയറും പടത്തിന്. ഇതേപോലെ ഒരുത്തൻ ഒരു മാഷാണ് എന്റെ മാർക്കോ കാണാൻ പോയപ്പോഴായിരുന്നു കുട്ടികളെ കരച്ചിലോട്ടായിരുന്നു. കൈക്കുഞ്ഞുങ്ങൾ കുഴപ്പമില്ല, പക്ഷെ ചെറിയ കുട്ടികളൊന്നും പറ്റൂല. കൈക്കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സീനാണ് ഈ ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സിസ്റ്റം. ആ സൗണ്ട് ഇല്ലേ, ശരി. ചെവി പോവാ, അത്ര സെൻസിറ്റീവ് ആ ഒരു ചെവി അത്ര ചെറുപ്പത്തില്. ഒന്നാമത്തെ ഇവര് മറ്റുള്ളവരെ കൊണ്ട് ചിന്തിക്കാനുള്ള, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണില്ല. അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട മൈൻഡാണ് ചിലവർക്ക്. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് പിന്നെ സിനിമ കാണണ്ടേ, അത് ഞങ്ങള് കുട്ടികളോട് ആക്കി തരാൻ പറ്റില്ല. ഇത് കുത്തിവെച്ചാ എടാ കൊണ്ടടാ, വെള്ളം കൊണ്ടടാ. ഷാഹിദ ചിക്കൻ കഴിച്ച് നെഞ്ഞത്തിരിക്കുന്നു. അതിന്റെ എടുത്താട്ട് നെഞ്ഞ് വേദനിക്കണം. കാക്കോ കൊടുത്ത നോക്കി ഫോൺ ചാർജ് കഴിഞ്ഞു. കുത്തിയേക്ക് വെള്ളം കൊടുന്ന. തീർച്ചയില്ല നേരം തീർച്ച എന്നും മറ്റും ആന വരേണ്ടത് കണ്ടവരോടിട്ട്. ഞാന് മറ്റെന്താടാ എന്തായാലും പറയാ ഒന്നുണ്ട് മറ്റേ തോന്നുന്നുണ്ടല്ലേ. അജയ് കുമാർ ബ്രോ, വെൽക്കം ടു മൈ സ്ട്രീം. ഒരു ലൈക്ക് അടിച്ച് പോകട്ടോ, പുതിയ വ്യൂവർ ആണെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് പോവാ. അത് കുഴപ്പമില്ല, ബെൻബോണല്ലേ പറഞ്ഞത്, അതിപ്പോ നമുക്ക് ഈക്വൽ ആക്കി വിടാം. അത് കുഴപ്പമില്ല. അല്ല ബെൻബോണിന്റെ പാട്ടിന്റെ കാര്യം റായിക്ക് തന്നെ പറയലുണ്ട്. വെരി ഗുഡ്, വെൽ പ്ലേഡ് ബ്രോ, വെൽ പ്ലേഡ്. I thought I win, but you played very well. ജില്ലി ഒന്നും കൂടാലോ. ഇപ്പൊ നേരത്തെ വന്നതാണോ? ഷോൾഡർ ചാർജ് നല്ലത് തന്നെ. സ്റ്റാൻഡിങ് ആക്കി എപ്പോഴും ഫൗള് മാത്രല്ല, ടൈമിങ് തെറ്റി കഴിഞ്ഞാൽ ഓടുത്ത് പന്തെടുത്ത് പോവുകയും ചെയ്യൂലേ. അതെ അതെ, ഇതാവുമ്പോ നമുക്ക് അമ്മമാരെ പ്രഷർ ചെയ്ത് നിർത്താം. നമ്മ പ്രഷർ ചെയ്യൂലേ, പ്രഷർ ചെയ്യുമ്പോ നമുക്ക് നേരെ പോയിട്ട് സ്റ്റാൻഡിങ് ആക്കിൽ ചെയ്യാൻ, നേരെ പോയിട്ട് നമുക്ക് ഷോൾഡർ ചെയ്ത് ഇങ്ങനെ നിൽക്കാം. അപ്പോഴാണ് ആ ഷോൾഡർ ചെയ്ത് നിൽക്കുമ്പോഴാണ് അവന്റെ ഷൂട്ടിങ് കറക്റ്റ് ആവാത്തത്. നമ്മൾ നേരെ പോയിട്ട് സ്റ്റാൻഡിങ് ആക്കി നിൽക്കുമ്പോൾ അവൻ അവിടെ ഒന്ന് കയറി പോയി കഴിഞ്ഞാൽ വെറുതെ അവിടെ പോയിട്ട് കാലിട്ടിട്ട് ചമ്മി പോയിട്ട് വെറുതെ. അതെ, ചിലപ്പോ പറഞ്ഞ പോലെ ഞാൻ ഏതാ മാറ്റിട്ടിരിക്കണെന്ന് ഓർമ്മയില്ല. ഷോൾഡർ ചാർജ് ചിലപ്പോ ഞാൻ തോന്നിട്ട് ഞാൻ മറ്റേ ഇടും, സ്റ്റാൻഡിങ് ഇടും, അത് കൊല്ലാൻ വേണ്ടിട്ട്. മൊബൈലിലും ഇതേപോലെ കളിക്കണ്ടോ റായിക്ക? Well, what a scene we have here. There's a real expectant buzz in the stadium, and the players on the pitch are raring to go any minute now. A fabulous show of vivid colour and vocal cords.
The new look Camp Nou at its best. And we're underway. Well, there's one man here who stands head and shoulders above the rest in just about every aspect of the game. It is, of course, Jim, the great Paolo Maldini. Yeah, I feel like bowing here because it's him. He's simply the greatest of them all, the inspiration for so many top-class defenders. And Romario! That's what you call inspired goalkeeping. Romario clearly thought he had the beating of the keeper. And we have our very first corner. And he's there to belt it away. Platini gets into a good position. There's some great running on show here, but ultimately there was no way through. And this is Luis Suarez. It's a really well-measured ball. Well, played right into his path. Now that's well seen too. He's gone direct here. Pele, Vieri. Suarez is herring after that one. Yeah, they were looking for a counter-attack. Platini, Romario, Romario! And one more try! That was probably asking just too much. He did very well trying to adjust himself, but not the expected outcome. Now it's Vieri. That is ended up in no man's land. A fair tumble under that challenge. Pele, Makalele. Barcelona are still to register a shot on target. As a matter of fact, a shot of any type. Barcelona finding their passes. Good defending there. They've slammed the door in the faces of the opposition. And he's picked out the run. Oh, that's a fine interception. Makalele. Chance here to counter. Makalele. Oh, it's a promising build-up, this. Plenty of really nice passing. Platini. He's tried one! Great effort, beautifully taken. Platini brilliantly took control of that, which was exactly what the situation required. Nice interception. His positioning was spot on. A lot of space here, a real opportunity. Pele, of course, a dribbler of outlandish ability. Oh, good take in a good area. And he thumps it clear. And here's Romario. Vieri is onto it in a flash. And he's had it nicked away. And here's Suarez. Yaya Toure. And here's Suarez. Well, the defence proved infallible then, but that won't be the last they'll see of him. It's Luis Suarez! Luis Suarez! It's a beauty! About as smooth as it gets. And Milan have the lead. One sweeping move executed with deadly efficiency. Milan are such an adept counter-attacking team. They produced something out of nothing there. A few seconds was all it took for them to convert a defensive situation into a goal, and it's very impressive. So we have our breakthrough. Yeah, but I think they all know too well that things are far from done here, and while there's never a good time to be caught out, you definitely don't want it to be now. Well, he was clearly disappointed with that pass. Barcelona clearly should have gone for the easier pass. Now they'll have to quickly regroup. Yeah. Barcelona certainly could do with a positive spell for the remainder of this half, just to set the tone for what's to come.
Milan couldn't really be more watertight in midfield. Not a trickle is getting through. Well, there's your danger man, a title that is entirely justified. ഞാനിപ്പോ നാളൊരു ബ്ലാക്ക് മാമ്പയുടെ ഒരു വീഡിയോ ഉണ്ടോ അതിൽ ക്രൈഫിന് ഒരു ബാൾ കൊടുത്തു. And here's Vieri. Oh, that's well spotted. എന്താ അവിടുന്ന് ഇങ്ങോട്ട് കറങ്ങിയിട്ട് മുന്നിൽ കൂടെ കറങ്ങിയിട്ട് ഇത് കിട്ടി. മറ്റൊരൊക്കെ ഒന്നും കിട്ടിയില്ല. ഡിഫൻഡർമാർക്ക് Try to spin that positively. I certainly can't. Gattuso on a strong run down the right. Delivers with whip. And the first half is done. There's been no shortage of industry or intent thus far. A little inspiration and inventiveness. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യട്ടോ. Yeah, you don't get any points for stating the obvious. സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ലൈവ് പവറാക്കാം. അപ്പൊ അവരൊക്കെ പാടുകൂടി നമ്മളെ പവറാക്കുന്നുണ്ട്. അത് വേറെ കാര്യം. If that happens, it's a game changer. 9 ഇട്ടുള്ളൂ അല്ലേ? There's the start of the second half. Barcelona really need to bring up their intensity and rhythm a notch or two, Peter. Just looked a step too slow on everything. Defending was strong and firm. Mateus. മെന്റില്ലേ കുറെ മെന്റിണ്ടടാ. പണ്ടൊക്കെ ഇപ്പൊ പോരാ. Well, the ball just didn't work out for the run. Barcelona clearly didn't help themselves by telegraphing that one. It was always going to be intercepted. Gattuso. Searching pass he's played there. That's an imaginative pass. They've got to be quick moving this forward. Well timed, excellent interception. Now it's Hullet. He's found a way through. അതന്നെയാണത് QTM. അതെ അതെ. He is through here. Now it's Vieri. Well seen. Saw that coming. That's great positioning. So good from him. Plays a sharp little ball here. Oh, that's wonderful alertness. Pele. Now it's Luis Suarez. No, not quite on the same wavelength. A slightly better ball would have led to a very different outcome there. Well, everything up to the final pass looked decent. They just couldn't pick out that killer ball. He's having a go. All he needs to do is to place this between the goalposts and basically let them attack it. Pele. And he's made sure that's not getting through. And he's there to get it away. Milan are looking to play on the counter here, aren't they? Well, I think it's pretty clear they've changed their shape. Certainly... Romario! Good first touch and almost as good a second. That's a great effort. There was very little backlift to indicate what was coming. And it's Romario. Now it's Luis Suarez. Now it's Pele. Oh, well played. Your impression so far, Jim? Well, the stats are pretty telling here. It's hard to argue with the scoreline when you carry so little threat.
No, it's not getting there. Well, that's certainly more like it. They can't let the intensity drop now, Peter. Well, they're looking a whole lot more urgent now. A lucky break would certainly help their cause now. റീല് And this is Pele. Can he finish? He's റീല് done very ചെയ്യാന്നില്ലേ? well to get to that. That's very, very good. You can't ask for much more than that. Milan have their third corner. Barcelona are looking to go forward now. Chiellini. Torres. Oh, good read. That was well played, well stopped. Well, there's plenty to like about this approach. Get your head down, keep battling away, and eventually things might change for you. Makaleli. And the flag has stayed down. Real chance here. Decent chance! It's loose now and they want to get it back. Bumps him off it and wins. Shapes to shoot! Some excellent tackling here, and that one a perfect example. And here's Suarez. Well, that was well positioned and well pinched. They ഇവൻ can't വരാൻ hurt വേണ്ടി with their കാത്തിരിക്കണി. backs to goal. എന്തൊക്കെയാണ് കാണിക്കണേ? Well played. That has snuffed out the danger. ഉള്ള അലമ്പ് കളിയാണ്. And here's Suarez. This is Romario. Time is running out here. All they need is one big chance, and it may do the trick. Milan really wanted that two-goal cushion, but it wasn't to be. Still, they should be able to see it out from here. This is Romario. Pass somewhat off target. And here's Suarez. It's Luis Suarez! And that wasn't far away. Oh, he got lots of power behind that, just couldn't quite get it on target. Probing pass. Confirmation that there will be 2 minutes stoppage time. And they're quick to get it back. Thuram looking to penetrate up. And the referee brings it to a close. Well, that was tense. The two parties separated by the game's only really meaningful moment. Intriguing for the neutrals, unbearable, sometimes unwatchable for those with a vested interest. How would you sum up what we've witnessed, Jim? That's a fairly demoralising loss. food blogger. Annur food blogger. പൈസറി വിലയാത്ത കൈയ്യാണ്. ഡിവിഷൻ 337 ഞാൻ 1-0 തോറ്റുള്ളൂ കേട്ടോ റമീസ്. വെരി ഗുഡ്. എന്ത് പണ്ടാറും അത് എനിക്ക് ഇടാൻ പറ്റാത്തത്. എന്ത്? മറ്റേ റെഡിറ്റ് ലൂസ് ചെയ്യാൻ പറ്റാനുള്ള റെഡിറ്റ് എടുത്ത് കളയാണ്. അതെന്താ? അറിയില്ല. അജെൻഡാനാ നമ്മളും ചോദിക്കണേ. അജെൻഡ ശരി. റെഡിറ്റ് എന്തോന്ന് സംഭവിച്ചത്? അതല്ല, ഐ മീൻ ഫേസ്ബുക്ക് പോലെ തന്നെയാണ് അത്. ഇതിലിതുപോലെ തന്നെ ഈ ഫുട്ബോൾ ഗ്രൂപ്പുകളുണ്ട്, കമ്മ്യൂണിറ്റി പോലത്തെ സാധനങ്ങളൊക്കെ. അങ്ങനെ ഗെയിമിംഗ് റിലേറ്റഡ് ആണോ മാത്രമാണോ അതോ? അല്ലല്ല, ലോകത്തെല്ലാം റിലേറ്റഡ് ആണ്. ഒരു കമ്മ്യൂണിറ്റികൾ നമുക്ക് അതിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അത് ഓപ്പൺ കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. ചൈനീസ് ആണ് അത്. അതറിയില്ലടാ. അത് മറ്റേ ഇതിന്റെ പോലെയാണോ? ട്വിറ്ററിന്റെ ഒക്കെ പോലെയാണോ? ട്വിറ്ററിന്റെ പോലെയല്ല, കമ്മ്യൂണിറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കുറെ പേർക്ക് നമുക്ക് ചെയ്യാലോ.
അതേപോലെ നമുക്ക് ഇപ്പൊ ഞാനൊരു ഫുട്ബോളിന്റെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഫുട്ബോളിന്റെ ആൾക്കാർക്ക് വന്നിട്ട് പോസ്റ്റുകൾ ഇടാം. അപ്പൊ റിലേറ്റഡ് അല്ലാത്ത പോസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് റിമൂവ് ചെയ്യാം. മനസ്സിലായോ? മനസ്സിലായോ? രണ്ടും മിണ്ടാണല്ലോ. ചോദ്യങ്ങൾ ആരോടൊക്കെ പറഞ്ഞേ? നിങ്ങളതെല്ലാം കളിച്ചിട്ട് ചിക്കൻ ചിക്കൻ തിന്നണ കാണണ്ടേ? നാളത്തെ അവസ്ഥ അതായിരിക്കും. പട്ടിണി ഇരിക്കുമ്പോഴും റീൽസിൽ ഓരോന്ന് വരിക. നാളെ കുറെ താത്തന്മാരിറങ്ങും നോമ്പ് ഇറങ്ങുമ്പോ ഉണ്ടാക്കാൻ പറ്റിയ സ്പെഷ്യൽ നമ്പർ. അതൊക്കെ ഓൾറെഡി ഇറങ്ങിയല്ലേ? കഴിഞ്ഞ നോമ്പിനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഈ നോമ്പിനുണ്ട്. എത്ര ആൾക്കാരത് വെച്ച് ക്ലിക്ക് അയക്കുന്ന നോമ്പായിരുന്നു. ഇവരെന്താ പറയാ ആളുകളെ ഇമ്പ്രസ് ചെയ്യുന്നത്. കളക്റ്റബിൾ തിങ് ആണ് എനിക്ക് തോന്നി. പിന്നെ അനലോഗ് സൗണ്ടിനോടുള്ള ഒരു ഇഷ്ടം കൂടിയാണ് ഇതിന്റെ പിന്നില്. കളക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ യാദൃശ്യമായിട്ടാണ്. കാരണം 2022 മാർച്ചിൽ എൻ്റെ വൈഫിന്റെ ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളങ്ങനെ ആ കാലത്ത് പല ഗിഫ്റ്റുകളും അന്വേഷിച്ച് നടന്ന സമയത്ത് യാദൃശ്യമായിട്ട് ഒരു വിന്റേജ് കട കണ്ടെത്തി. അപ്പൊ അതിന്റെ ഒരു ഭംഗി കണ്ടിട്ടാണ് സാധനം എടുത്തത്. അത് വീട്ടിൽ കൊണ്ടുവന്നത് പുള്ളിക്കാരത്തിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നീട് നമ്മൾ ഈ വൈകുന്നേരം അതിൽ കുറച്ച് ഹിന്ദി പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കാൻ നേരത്ത് എന്താ പറയാ പഴയ നൊസ്റ്റാൾജിയ 90s ഇട്ട് വിളിച്ചുകൊണ്ട് പോകണം. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു സാധനത്തിനോട് ഭയങ്കര ഇഷ്ടമായി. എന്തെങ്കിലും കളക്ട് ചെയ്ത് കൂടാന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ കളക്ഷനിലെ ആദ്യത്തെ ഒരു ടേപ്പ് റെക്കോർഡർ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് മേടിച്ചൊരു സെറ്റ്. ഇതിന്ന് പാട്ടൊക്കെ ഒരുപാട് ഈ ടേപ്പ് റെക്കോർഡറിനോട് ക്രൈസ് ആയത്. അപ്പൊ ഈ ഒരു സെറ്റിനെ കുറിച്ച് പറഞ്ഞാൽ അത് നാഷണൽ പാനസോണിക്കിന്റെ RQ565D എന്ന് പറഞ്ഞൊരു മോഡലാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം PK ഫിലിമില് നമ്മുടെ വെച്ചോണ്ട് പോണ ഒരു സെറ്റാണത്. അപ്പൊ ആ കാലത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് 1 സൈഡ് ഹെഡ്സെറ്റ് വരെ. ഈ സെറ്റ് ഇറങ്ങിയത് 1976 ഇറങ്ങിയ ഒരു സെറ്റാണ് മോണോ. അപ്പൊ അതിന്റെ ഒരു ഹെഡ്സെറ്റ് വരെ, സിംഗിൾ ഹെഡ്സെറ്റ് വരെ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം 2022 ആ പീരീഡ് നമ്മൾ കോവിഡ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരു പീരീഡാണ്. അപ്പൊ ആ സമയത്ത് ഒരു സെറ്റ് ഒരു കടയിൽ ഇരിക്കുന്നുണ്ട്. ആ കടയിലെ ചേട്ടനോട് ഇത് എനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു ഓണറിനോട് ചോദിക്കാം, ഓണറിന്റെ നമ്പർ അതിൻ്റെ ഉള്ളിൽ ഇട്ടെന്ന് പറഞ്ഞു ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഞാൻ ഓണറിനെ ഒരുപാട് വിളിച്ചു. പക്ഷെ ഓണർ തിരിച്ച് തന്നെ വിളിക്കണില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി തിരിച്ച് തന്നെ ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടേക്ക്. പുള്ളി പറയണേ പുള്ളിക്ക് കോവിഡ് വന്ന് പുള്ളിയുടെ കേൾവിശക്തി പോയി. അതിനു മുമ്പ് പുള്ളി കടയിൽ നിന്നൊക്കെ കൊണ്ടൊരു സെറ്റായിരുന്നു. പിന്നീട് പുള്ളിയുടെ ഈ പുള്ളിയൊറ്റ മെസ്സേജേ ഉള്ളൂ, ചെവിയൊക്കെ അതിലിരുന്ന ഒരു സെറ്റ്. അതായത് ഒരു പ്രശ്നങ്ങളില്ല. കാരണം മോണോ സ്പീക്കറിലുള്ള റെക്കോർഡ് പ്ലെയർ. ഹലോ ഗായ്സ്, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ. സബ്സ്ക്രൈബേഴ്സ് ശരിയാവാനും ശരിയാവാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ വരെ പോയ പോലെയാണ്. പിന്നെ അങ്ങോട്ട് കേറ്റൂല. കുഞ്ഞിപ്പണി വന്നീച്ച, കുഞ്ഞിപ്പണി നീച്ച, കുഞ്ഞിപ്പണി നീച്ച, ഉറങ്ങാൻ പോവാൻ അല്ലെങ്കിൽ വെയ്യ നോന്നോ. പോന്ന പോന്ന കുഞ്ഞിപ്പണി Never tried, never failed. No matter. Try again. Fail again.
This year's ചുമ്മാ ഫൗൾ വിളിക്കുന്നോടാ മോക്കാച്ചി മോക്ക. treat kindly. Your night is closed. Outside, awful, normal. Try again. Fail again. Feel better. The world is yours. Treat everyone kindly and night up the light. അത്ര ചെറിയ ശരി തിന്നെങ്കിൽ അത്ര സൗണ്ട് തന്നെയല്ലേ? അയാൾക്ക് നല്ല പ്രായമുണ്ട്, കാണുന്ന ഐഡിയല്ല. സ്പീക്കർ മാറ്റി വെച്ചാണോ ഇനി? സ്പീക്കർ നോക്കില്ല. സൗണ്ട് കൊടുത്ത ആളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ പഴയ ഗെയിമിന് കൊടുത്താണ്. കാണുമ്പോ അവിടെ വലിയ മസ്കുലർ ലുക്കും ആളെ ഭാഗത്ത് പിടിച്ചുള്ള സൗണ്ട് ഒക്കെ നോർമൽ നല്ല ക്യൂട്ട് വോയിസ് ഒക്കെ അല്ലേ? എനിക്ക് ഗോള് കയറണ ഗോക്ക് ത്രൂ എന്നൊക്കെ പറഞ്ഞാല് എന്റെ പ്ലേയേഴ്സ് ഒക്കെ പൊട്ടന്മാരെ പോലെ. അയാളതൊന്നല്ല, അയാൾ മറ്റേ തുടർന്ന് തുയ്യെ കൊല്ലാകുമ്പോഴത്തേക്കും പേരുടെ ഓടിക്കുന്നുണ്ട് മോന്നൊക്കെ ചുറ്റിയിട്ട്. ആ സീരിയസില് അപ്പം മോന്തൊക്കെ കാണപ്പോ സൗണ്ടും അതിൽ എല്ലാത്തരം ഷെയ്ഡിലും അഭിനയിക്കണത് മറ്റാരാണ് മറ്റേ ബ്രദർ ജെയ്മി ലാൻസർ. അവരാണ് എല്ലാ ഷെയ്ഡിലും. എല്ലാ ഷെയ്ഡിലും അഭിനയിക്കും. ആ സീരീസിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ. ഒരാൾ ഹീറോ പിടിച്ചു കഴിഞ്ഞാൽ ഒരാൾ വില്ലൻ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോകുമ്പോ നായകൻ എന്നൊക്കെ പറയണത് അങ്ങോട്ട് നന്മമരം പിടിച്ച് അങ്ങോട്ട് പോകും. പക്ഷെ പലരും പല ക്യാരക്ടർക്ക് മാറുന്നുണ്ട്. ആ ഷെയ്ഡ് തന്നെ. പക്ഷെ ഇവനാണ് ഫുള്ള് ഷെയ്ഡ്. ഓരോ സീരീസ് കഴിയുന്നോറും ഇങ്ങനെ മറ്റേ കളർ മാറുന്നതായിരിക്കും, ഇങ്ങനെ മാറി മാറി മാറി. അത് ഭയങ്കര ഫൈറ്ററിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റാണ്ടാവും. പിന്നെ ഡേയ്സറാവും. The noise is just about reaching a crescendo here as these two sides get ready to lock horns. This is football at its finest. A fabulous show of vivid colour and vocal cords. The new look Camp Nou at its best. There's the whistle. Well, just when you think you've got Eden Hazard, Dieter, he opens up another box of tricks entirely. And that's the thrill about him, isn't it? Every time you come and watch him play, he seems to come up with more and more surprises. Well, I mean, that's the key to the job, isn't it? Find a different way of doing the same thing, and that he basically excels at. He's fantastic. Once he comes inside, anything is possible. Mateus, that's a shade optimistic. Has a look and plays it forward. Now it's Raul. Kunde. Some good work on the right flank here. It's a goal kick. അതിലെന്താ സ്വന്തം റിലേറ്റീവിലുള്ളവരൊക്കെ അങ്ങനത്തോട് കല്യാണം കഴിക്കുക അതൊക്കെയാണ് അതിൽ കഥ കേട്ടോ. അല്ല ഞാനത് വായിച്ചേ just off target. അപരാധം പിടിച്ച ഫാമിലി. Good looking ball. It's an inviting looking ball that. കറിയില്ല അങ്ങനെ ഒരു മെമ്മ കണ്ട. Chiellini driven forward, and no, that was never going to make it. Neither side especially adventurous early on. So what can they make of this? And he's managed to get free. And the finish! Oh, he's brought him down, and it is a penalty. Barcelona presented with a golden opportunity here. So the most significant moment of the game.
ഏറ്റവും വലിയ ഉദാഹരണം കേരളം എന്താണെന്ന് അറിയാത്ത ആൾക്കാർ He can't put it away. You couldn't ask for a better opportunity to equalise, but now he'll feel like the opposition have just scored. Yaya Toure. So it is still 0-0. Chiellini kept his eye on it, and he's there. And smartly reclaimed, and he was quick to react. Marquinhos. Paris Saint-Germain applying the press here, a high press. Yeah, we see this so often these days, but it does demand an awful lot of work rate and a... Can he finish? Goal! Barcelona! Barcelona are in front. The movement so precise, the finish sumptuous. Just when they thought they may be in at one end, they end up shipping a goal at the other, and it's all due to wonderful counter-attacking. They hardly had time to even react, and there's only one word to describe that: clinical. He's having a shot! It's in! And once more we are all square. You score, we score. Well, if ever you want to see a lesson in responding to a deficit, that's it. Their heads didn't drop, and now their chins are up. Another moment of magic, a real wow moment. And how easy did he make that look? That is supreme. season. That has certainly made things interesting. Well, they just couldn't have responded any better, Peter. Yeah, there's the old cliche about how teams can lose focus after scoring, but you still have to take your chances. Brilliant. Raul, midway through the first period, and it's looking quite a game here. Oh, now here's an interesting matchup. Chiellini cannot be beaten that easily. Well, the defence proved infallible then, but that won't be the last they'll see of him. Stood up well to him there. That has ended up in no man's land. It's just beyond his reach. And they've got rid. Oh, he's been caught on it here. Plays a sharp little ball here. And this is Vieri. Here's there's the shot! Goal! Barcelona! And they're back in front. And that really is so impressive. Yeah, that's what the game is all about. Excitement and entertainment. What a lovely moment. Well, this is what we've been waiting for. Listen, when it comes to goals, Peter, in this team, he's always the #1 contender, and he's done it again. Well, the ball just didn't work out for the run that he made. Barcelona clearly should have gone for the easier pass. Hey! Chance! Goal! A game of thrills, all square in the blinking of an eye. Yeah, and analysis of the goal should take a back seat to the importance of a committed reaction. This is wonderful to watch. Truly superb. A goal of such supreme quality, composure Hey. and class. Yeah, great movement and great use of space to get on the end of the pass, and that pretty much did it. Quite a thriller this one's become. You've got to commend that, Peter. It's the perfect response to falling behind. Don't let your heads drop. Just get back up the pitch and level the scores again. This is cracking stuff. Pele is the guilty party there.
He gets the ticking off and needs to be very careful മൾട്ടീനിയുടെ now. മകനോ? He just needs to find the control button on his aggression before the ref does it for him, Peter. And that's what you call inspired goalkeeping. Really looked sharp there, didn't he? That's very well played. Pass somewhat off target. And they're not going to make any ഹലോ further ഗായ്സ്, progress ആരെങ്കിലും now. വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക പ്ലീസ്. Oh, it's a promising build-up, this. Plenty of really nice passing. Brilliantly cut out. Pass just lacking in accuracy. Oh, easy pickings there. Chiellini. And that was nowhere near his best. That ball looks a good one. He's picked his way through. ഈശ്. And the first 45 minutes are up. Barcelona are involved in a ഹലോ, terrific ആരെങ്കിലും contest കാണുന്നുണ്ടെങ്കിൽ ഒന്ന് here. ലൈക്ക് ചെയ്ത് It's been a സപ്പോർട്ട് ചെയ്യുക, slugfest and a ലൈക്ക് ചെയ്യുക, half. സബ് ചെയ്യുക. Caution certainly not on the agenda here ശരി, from ഒന്നരാടുണ്ട് both sides. അല്ലേ? Quite a half. More of the same, please. Score at the interval, 2-2. അടിപൊളി പെഡ്രോ നെറ്റോ. ഇയാള് വരണ്ട. റയൽ മാഡ്രിഡിന്റെ ഫ്രാങ്കോ വെറുതെ അടിക്കണോ കോപ്പൻ? ആരാണ്? ആർഎംഎഫ് മറ്റേ ഇതിന്റെ റയൽ മാഡ്രിഡിന്റെ. അല്ല, ആരാ പറയണെന്ന് പറഞ്ഞു? വേറെ ചാനലിൽ ഓരോരുത്തരെ ആ, There's the whistle then to start the second half. Well, that's good defending. He squeezed the play and he gave him no chance to get on the turn. Well, we expected better, and so did he. Pele, and it's Gattuso. Not the most accurate pass. Raul. Neither of these two want to come off second best. Czech claims comfortably. Well, he was given the time and room initially to hold on to the ball, but eventually he was squeezed that bit harder and the task became too much. I think he's got to be a little quicker in his distribution then and get others into the match. Czech breathes a sigh of relief as he gets his hands on the ball. Oh, good read. He read that really well and stopped it. Well, there's your danger man, a title that is entirely justified. He can get that clear. Now it's Vieri. Oh, that's a foul. Free kick's been given. And he is going into that little black book. ഒരു ലോജിക്കൽ അനിമേഷൻ കൊടുക്കുക നമിയെ. ഓ കാലിട്ട് വീഴ്ത്തിട്ട് It's a പറയണ good പോലല്ല. 35 yards out, this. Oh, that's a waste. Pele will have to accept some flack for that. Was anyone really expecting it? ഹലോ, മിസ്റോ പോയോ? We have got changes here from both sides, in fact. El dorsal 25, el dorsal 18 serán sustituidos por el dorsal 6. Paris Saint-Germain are looking to play on the counter here, aren't they? Well, I think it's pretty clear they've changed their shape, certainly when defending at least, because they've got to be ready to hit them hard on the counter-attack, and that seems to be the plan. Takes a shot!
Now it's Bale. It's a good ball out wide. Well, there is a look that says it all. A piercing stare. Well, that's down to a simple miscalculation. Roll! Now, who's going to be first to this? Delivered across. And that was very necessary. And that is out of play. Barcelona are, of course, in a position to go to the bench should the need arise. He's got away. He saw the tape. Oh, that's horribly mistimed, and it's given. Penalty. Barcelona have themselves a chance from the spot. Dealing with the pressure. Defense. Oh, he's missed! A cool head was needed there, and we got anything but. The pass has gone astray. All the way back. Chiellini does really well there. He is strong. San Maxima, who's set up one goal so far. Nedved distributed tidily. There's some great running on show here, but ultimately there was no way through. Chiellini kept aware, and it is reclaimed easily. Threads one in. Decent chance! Gattuso. രണ്ട് പെനാൽറ്റി കിട്ടിക്കോ ഞാൻ രണ്ടും നടുക്കടിച്ചു രണ്ടും തടുത്തു Concentration levels are very good, and so is the commitment. This game could yet yield a winner. That has been cut short. Khan getting this one clear. Mateus played out towards the right wing. No, it's come to nothing. Barcelona with the corner. They're first. Tries to get it clear. Oh, well played. Well, he certainly wasn't in the mood to take any risks. Back into the middle. Oh, he's felt that, hasn't he? Damian with the clearance. Yeah, they were looking for a counter-attack. Cute ball now, how can he reach it? Oh, really well played. He might be in here! An uncompromising challenge. Maldini gets it clear. ഹായ് ഞാൻ ആ രണ്ട് പെനാൽറ്റി മിസ്സായത് ആലോചിച്ചിരിക്കുക അൽമിയാവോ ആ കൊല്ല കൊറേ മുന്നിട്ട് പോയതാ അത് സാറില്ല അത് ആരാന്നറിയില്ലല്ലോ. He's gone for goal. Oh, that is very close. Oh, the technical control was exquisite. The pummeled attempt was exasperating. And this is Bale. He's had a shot. Oh, it's in! Late in the day, this could well be it.
There was to be only one outcome. Peter, I can tell you, that was nothing short of a cold-blooded execution. Barcelona take the lead. Now it's just a question of holding on. There's still a bit left in it, Peter, but they should find the necessary to avoid a slip-up now. Paris Saint-Germain really can only do one thing now, Peter. Get the ball up front, make sure it sticks, and sustain some pressure. 4 extra minutes added on. Bale. That's a little off target. Gattuso gets it away. എന്റെ മുട്ടായി ഉണ്ടാക്കല് നടക്കൂല കേട്ടോ. And we're done. കൊനാമി സപ്പോർട്ട് Barcelona ചെയ്തിട്ടൊരു have emerged victorious in this match of thrills. The odd goal ultimately proving the difference. Thrilling, nail-biting, perhaps frustrating until the very end, but we do have a winner. Well, this looked like it had a draw written all over it, Peter, so credit where it's due. They found a way to win it, and they can take great satisfaction from never losing that focus. Well, that's it for tonight's match, so it just remains for me to thank Jim Beglin alongside me and to wish you all a very good evening. Music boat 24/7. ആൽബർട്ട് കൊടുത്തു. ആയിരം തവറ് തെന്നലെ നിന്ന് തമറത്താലിൽ കടവിലാക്കും. തമ്പനയില് കുറെ റായ്ക്കിന്റെ പേരൊക്കെ കോഴ്സ് ഗെയിമിംഗ്, റമീസ് ഒഫീഷ്യൽ. നമ്മുടെ തമ്പനയിൽ സെക്ഷനില് പണ്ടുണ്ടാക്കിയതല്ലേ? അത് എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാ. വെനോസ് ഗെയിമിംഗ് അതവൻ ഉണ്ടാക്കിയതാ. രമേശ് ഗിറ്റാറും പിടിച്ചിരിക്കുന്നു. ആദ്യത്തെ സെൻട്രൽ റോഷന്റെ പരസ്യം, രണ്ടാമത്തെ ബെൻട്ടന്റെ, മൂന്നാമത്തത് സെൻട്രൽ ഫ്രഷിന്റെ പരസ്യം. ആദ്യത്തെ ബൈക്കിന്റെ പേര് ഇതേക്ക്, രണ്ടാമത്തെ ബെൻട്ടൻ. അതെ, മൂന്നാമതൊന്നും തൊട്ടുണ്ടാവും. അതുകഴിഞ്ഞിട്ട് അസ്ത്ര പോലും കോൾഗേറ്റ് ഫുള്ള് ക്ലോസപ്പ് ആണ്, കോൾഗേറ്റ് അല്ല. ബ്ലൂ വന്നില്ലേ? ക്ലോസപ്പ് ആണ്. യെസ്. എന്താണ് അവര് ഇത് തമ്മിൽ നിർദ്ദേശിനെ കയറിയൊക്കെ കാണാം. അവിടെ ദിവൻ കൊണ്ണ് എഴുതുമ്പോ ക്ലോസ് അപ്പ് മാറി അറ്റാവും. നമ്മുടെ താനൊക്കെ കിടില്ലോണേ. നമ്മുടെ പേരെന്നെ കയറിയാ മതി. രമേശ് ബ്രോ എന്റെ നിക്ക് നെയിം ഒന്ന് ഡിലീറ്റ് ചെയ്തേ. അല്ല ചട്ട ബ്രിട്ടോ എന്താണ്ടൊക്കെ കാട്ടി കുഞ്ഞച്ചരൊക്കെ ആക്കി വെച്ചാറുണ്ട്. നിക്ക് നെയിം എങ്ങനെ കളയാ? പേരിന്റെ റൈറ്റ് സൈഡിൽ നോക്കിയിട്ട് പേരും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്താണ്ടൊക്കെ ചെയ്താൽ മതി. റീസെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇല്ലേ? ഉണ്ട്, ഞാൻ നല്ല പേരിട്ട് എങ്ങനെ കിട്ടാ. He's gone for goal. Oh, that is very close. Oh, the technical control was exquisite. The pummeled attempt was exasperating. And this is Bale. He's had a shot. Oh, it's in! Late in the day.
അതും കിട്ട വന്നു വന്നു. കടുകുകൾ പൂക്കുമാ വയലുകൾക്കപ്പുറം. ഓ ആ ഡിവിഷൻ 3-ലുള്ളവനായിട്ട് ഞാൻ ഡിവിഷൻ 3-നുള്ളവനായിട്ടാണ് ഈ 3-2 ഞാൻ ജയിച്ചതെന്ന് ആലോചിച്ചത്. അല്ല നമ്മളെ ജയസൂര്യ എവിടെ റമീസറോ? ജയസൂര്യ ഇപ്പൊ ഇടി പിടിച്ചിട്ട് ഇപ്പൊ 36 ലക്ഷം സ്വത്ത് കണ്ടിട്ടെന്ന് പറയുന്നുണ്ട്. അത് ശരി, 36 ലക്ഷം കോലിക്ക് എന്ത്? അല്ല ജയസൂര്യ സിനിമാടെ നമുക്ക് അറിയണല്ലേ. ഓൽക്ക് 34 ലക്ഷം ഒരു സിനിമക്ക് തന്നെ ഒരു കോടി. എനിക്ക് പരിചയമൊന്നുമില്ല, നമ്മള് സിനിമ കണ്ടിട്ടല്ലേ ഉള്ളു. അത് ശരി, നമ്മള് സിനിമ കണ്ടിക്കല്ലേ റമീസറോ? എന്തെങ്ങനെ പറയണേ? നമ്മള് സിനിമ കണ്ടിക്കല്ലേ. ആ നമ്മള് ജയസൂര്യനെ ചോദിച്ചു, നമ്മളെ ചെക്കൻ ജയസൂര്യനെ ചോദിച്ചു. ഇയാളിത് ചളി 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 നല്ല ചളി അടിക്കുന്നത്. വേണ്ട 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 വേണ്ട. നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ആഹാ, 6 ഓവറിൽ 80-something റൺസ് വേണം. വാഷിംഗ്ടൺ സുന്ദറിനെ ഇറക്കിക്കണോ? സിനിമല്ല വല്ല പാട്ട കച്ചേരിയാ നമുക്കിന്ന് റിയാക്ട് ചെയ്യാം. എന്തായാലും വെറുതെ ഇരിക്കണം. പാട്ട് പാടാൻ പറയാം. അതെ, ഒരു പാട്ട് പാട്. എന്താ റായിക്കേ പാട്ട് പാടിയാണ് ചിരിച്ചാൽ സൗന്ദര്യം വർദ്ധിക്കുമെന്ന് പറയുന്നത്. എനിക്ക് കുഴപ്പമില്ല, ഇപ്പൊ ആവശ്യത്തിന് സൗന്ദര്യം ഉണ്ട്, അതുള്ള ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ആരോ നിന്നെ പറഞ്ഞ് പറ്റിച്ചതാ. ഹലോ ഗായ്സ്, ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സബ് ചെയ്യാ പ്ലീസ്. ഡെയിലി പാട്ട് പാടിയിട്ട് വരുമ്പോൾ നിനക്കൊരു മേന വരുന്നില്ലല്ലോ. എന്റെ പ്രൊഫൈൽ എഴുതുന്നത് സുന്ദരാണ്. അതിപ്പോ ഞാൻ റായിക്കാന്റെ ഫോട്ടോ നോക്കിട്ട് ആരെങ്കിലും സാമ്യം തോന്നുന്നു. സൂക്ഷിച്ചു നോക്കൂ, ബ്രെയിൻ ഇല്ലേടാ ഒരുത്തേനും. സൂക്ഷിച്ചു നോക്കൂ, അറിയോ റമീസ് ബ്രോ? മറ്റേ നമ്മളെ 5-ാം പാതിരയില് മറ്റേ ഫിഡ്ജറ്റ് വരുന്നില്ലേ? നീ ഭയങ്കര താഴെ ലെവലാ ചിന്തിക്കുന്നേ, ഹൈ ലെവലോട്ട് ചിന്തിച്ചു നോക്കിയാ ആളെ കിട്ടും. അതാരാ? റോഡ്രി ആണ്. റോഡ്രിയുടെ പെഡ്രിയുടെ പോലെയൊക്കെ തോന്നുന്നു. പെഡ്രി 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 ഹൈ ലെവലോട്ട് ചിന്തിച്ചു വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ ഒന്ന് യാത്ര ചെയ്തിട്ട് അത് ചിന്തിച്ചോണ്ട് പറഞ്ഞു അസ്കറിനോ താടി അടിച്ച് എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഞാൻ തരണണ്ടാ? ഞാനല്ല, സുന്ദരന്മാരായാലും ഒറ്റടിക്കാതല്ല കോംപ്ലിമെന്റ്. ഞാൻ സുന്ദരനൊന്നല്ല. അങ്ങനെയാണ് ഇപ്പൊ. ഫസ്റ്റത്തെ ഒരു അക്ഷരത്തില് മാത്രമേ വ്യത്യാസമുള്ളൂ, ഒന്ന് ഷോയാണെങ്കിൽ ഒന്ന് മോ. അത്രേ ഉള്ളൂ. എന്ത് ആരുടെ പോലെ അസ്രായേൽ പെഡ്രി പെഡ്രി ക്രോസ് ചെയ്ത് എത്തിയാള്. റമീസറോ, ഈ ആജിനെ എല്ലാവരും കളിപ്പിക്കണ്ടല്ലോ ഇപ്പൊ. ചെങ്ങായി ഈ ആഴ്ച ഫോം ആയോ? നല്ല ഓടുന്നുണ്ട്. അല്ല, ഇവന്റെ ടോപ്പ് കാർഡുകൾ വേറെ ഉണ്ട്.
അങ്ങനെയാണ് ആ പ്ലെയർ നമുക്ക് ഇഷ്ടാകണതില്ലേ? കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബ്ലിക്സുകൾ നമ്മൾ കളിപ്പിക്കാറില്ലെങ്കിൽ നമുക്ക് ആ കാർഡ് കിട്ടിയിട്ട് കാര്യമില്ല. അങ്ങനത്തെ ടൈപ്പ് ഒരു സാധനമുണ്ട്. പസ്തറോ ഈ പറഞ്ഞ ഞാൻ പറയില്ലേ ഈ കല്ലം പ്ലെയർ സ്ലാത്തിന് എടുത്തിട്ടുണ്ട്. ചിലപ്പോ 2 കല്ലം പ്ലെയർ വക്കിയാവും, ചിലപ്പോ 2 ലൈറ്റ് പ്ലെയർ വേണ്ടി വരും, ചിലപ്പോ ഒരു കല്ലം ഒരു ലൈറ്റ്. അങ്ങനെ ചിലവർ 2 ഗോൾ പോച്ചറിട്ട് കളിക്കും, ചിലവർ 2 ഗോൾ പോച്ചറിട്ട് കളി ശരിയാവും, ഒരു ഡീപ് ലൈൻ ഇടും. അതേപോലെ ഇക്കിപ്പോ ഈ പെല വന്നതിന് ശേഷം 2 കല്ലം പ്ലെയർ ആയാലും കുഴപ്പമില്ല കേട്ടോ. അയാള് മൂവ് ചെയ്ത് മിക്ക പ്ലേയേഴ്സും ഇപ്പൊ ഡേവിഡ് വി അല്ലെങ്കിൽ എംബാപ്പേനെ എടുത്തിട്ട് ചെയ്യണത് എംബാപ്പയുടെ ഫിസിക്കൽ കോണ്ടാക്ട് ഫുള്ള് കുറയ്ക്കും, പാസ് ഫുള്ള് കുറയ്ക്കും, അറ്റാക്കിംഗ് അവർനെസ് 90 മേലെ എത്തിക്കും, ഫിനിഷിങ് 90 മേലെ എത്തിക്കും, സ്പീഡ് ആക്സിലറേഷൻ 90 മേലെ, കിക്കിംഗ് പവർ 90, ബാലൻസ് 90. ബാക്കി എന്തോ നോക്കണില്ല. എന്നിട്ട് അത് വെച്ചിട്ട് അങ്ങനെ അടിയാണ്. ഡ്രിബിളും ചെയ്യും, ഇതും ചെയ്യും, അടിയോടടി. കേക്കണ്ട്. ഞാനേ അങ്ങനെ എന്തെങ്കിലും ഇനി മാനിപ്പുലേറ്റ് ചെയ്യണോന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ റമീസ് ആലോചിച്ചതാണ്. Well, football is, of course, ultimately just a game, but for the next 2 hours, it might not feel like that. The stadium is full of noise and energy. This certainly matters. A fabulous show of vivid colour and vocal cords. The new ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ. And we're underway. Who do you think this turns on, Jim? Yeah, Joshua Kimmich. In many ways, the ultimate modern fullback in that he contributes just as much offensively as he does defensively. He seems to have a great instinctive understanding of when to move forward, and that means he rarely gets caught out of position on the counter-attack. He should be a key player for this team. Hey! He slings it in. ഞാൻ കേട്ടുക്കണു. Well, height could make ആ കമന്റ് ആരോ പറഞ്ഞിക്കാണ്, അല്ലെ വിജയ് പറഞ്ഞിക്കല്ലേ. Well played. He's taken that really cleanly. Oh, makes every duel look like a total mismatch. Oh, that's a key interception. And it's Zico. Tries from distance. And the keeper has reacted superbly there. Yeah, he was well placed to deal with that. It's their second corner of the game. തൃശ്ശൂരൊക്കെ നല്ല അടിപൊളി കോളേജ് ഉണ്ടാവും അല്ലേ? ഏതാ കേരള വർമ്മ? കേരള വർമ്മ അവിടെയാണോ? അല്ലല്ലേ? That's rather hopeful. Oh, that was a brilliant save. Well, someone's doing his job properly, Peter, that's for sure. Beckenbauer promptly onto that, and that is that. റമീസ് റോയി മറ്റേ പേര് പറയണേ, ഈ മറ്റേ മിനി പച്ചകളില്ലേ, മിനി പച്ചകള് മറ്റേ ഇതില് കാർഡ് മീൻസ് ഇതില് ഇത് കയറ്റിട്ടേ വമ്പ പ്രശ്നമായിക്കണില്ലേ, നെറ്റ്വർക്കിൽ കളിക്കണ്ട്. ഇത്രവല് നെറ്റ്വർക്കില് കളിക്കുന്നുണ്ട് എന്തോ ഒരു ഇത് കയറ്റിട്ട് ഈ ഫുട്ബോളിന് പരാതിയൊക്കെ വന്നിക്കണു. ഹായ് റമീസ് റോ, വെൽക്കം. അയ്യോ പടായിട്ട് പറയാതിരിക്കാവുന്ന ഞാനൊരു കോഡ് തന്നെ. നമ്മളപ്പോ സ്ഥിരം കളിക്കാൻ വരുന്നത് ആരാന്ന് ആലോചിച്ചാൽ മതിയല്ലോ. പക്ഷെ അതില് പൈസ ഉള്ളവര് മാത്രമേ ഉള്ളൂ കളിക്കുന്നത് റമീസ്രോ, അല്ലാത്തവരൊന്നും കളിക്കണമെന്നില്ല. അതിലൊരു ടീം അല്ല മീൻസ് അവിടെ വെച്ചാൽ നമ്മളെ പോലെ അല്ലല്ലോ, ഈ ഉച്ചനീചത്വം ഭയങ്കരാണ്. വലിയോനും ചെറിയോനും. PK is pretty much the definition of the word uncompromising.
Great work on the overlap. Barcelona still without a single shot on target. Oh, perfectly measured that. പിന്നെ ഇന്ത്യക്കാർക്ക് എന്താ വെച്ചാൽ ഇന്ത്യക്കാർക്ക് 2 സെർവർ ഉണ്ട്. ചില ബൽക്കൊന്നും ഒരു സെർവറും ഇല്ല ഈ മറ്റേ ടീംസിനൊന്നും. നമുക്ക് 2 സെർവറാണ്. പിന്നെ ഓൽക്ക് ലെജൻഡ് ഇല്ലാറുണ്ട്. ഓൽക്ക് അറിഞ്ഞില്ല, നിങ്ങൾ കേട്ടില്ലേ എന്നാള്? Well, I would call it blanket suffocation. Every single player is committed to the press, and there's simply no way out. Eto is wide and looking to get onto this, and that pass just didn't quite work. ശരിക്കും നമുക്ക് ഇവിടെ ചെന്നൈയിലൊക്കെ വെക്കണ്ടാണ്. തമിഴന്മാര് കളി Pass is coming off in quick succession here. ഓൽക്കത് അറിയുന്നുണ്ട്. ഈ ബ്ലാക്ക് മാമ്പി That's a throw. മുംബൈ Ferdinand. It's an inviting looking ball, that. Oh, nicely intercepted. Just coming up to the 30-minute mark. നമുക്കൊക്കെ നോർത്ത് തന്നെ. It's Drogba. അല്ലെങ്കിലും മുംബൈ നോർത്ത് അല്ലാന്നാണ് എൻ്റെ ഒരു അറിവ്. Tries to play it through. നോർത്ത് UP രാജസ്ഥാൻ. Mateus. He won't be happy with that one. Gerrard, a player so deservedly decorated with praise and glory. And here's Drogba. Well read, nice interception. Mateus. Hey, Mumbai Maharashtra. Now it's Gattuso. Eto. Pele. And a chance! Well, now it's a race for the ball. Chance! നോർത്ത് എന്ന് പറയാൻ പറ്റും. മറ്റേ നടുവിലൊക്കെ ആയിട്ടല്ലേ പറയുന്നത്? നടുവിലല്ലേ? Corner number 2 then. നമ്മൾ പറയുമ്പോ അല്ലേ? Not pretty, but it gets the job done. He shifted it to the flank. Now here's the delivery. Well, he certainly wasn't in the mood to take any risks. And now a sudden chance to counter. സൗത്ത് ഇന്ത്യയിലാണ് പിന്നെ ഒരു ഭാഷയുള്ളൂ അറിയാന്നുള്ള ലെവലിലുള്ള മറ്റൊരു ഇന്ത്യ എന്തായാലും മീൻസ് അവരൊരു ഭാഷയായിട്ട് ബാധിക്കും. അതാ മറ്റോ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ഭാഷയെ അറിയുള്ളൂ എന്നൊക്കെ ചോദിച്ചിരുന്നു മറ്റോന്. മറ്റോ ആന മറ്റേതാണ് പ്രാഞ്ചേട്ടനാണ്. നമ്മള് ടൂക്കിയതാണത്. നമുക്കൊരു ഭാഷ അറിയുള്ളൂ. ഓ പഠിച്ച ഭാഷ എന്നല്ല, അതേ ഓലെ പ്രാബല്യം ഉള്ളതാണ്. നമ്മള് ഭാഷയൊക്കെ പഠിക്കണ ഭാഷയാണ്. നമുക്ക് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, ഇതൊക്കെ നമ്മള് പഠിക്കണ ഭാഷയാണ്. ഓലിക്ക് അത് എന്താ വെച്ചാ വാമൊഴി കൂടെ കിട്ടണ ഭാഷയാണത്. അതായത് ഓലെ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് എല്ലാരും ഉണ്ടാവും. Robertson picks it up now. Well played and well cleared. പ്രത്യേകിച്ച് ബെല്ലയിൽ കുറച്ച് പൈസയും കൂടി ഉള്ളവരാണെങ്കിലേ അവർക്ക് ഭയങ്കര തലക്കനിക്കാണ്. ഇവനൊക്കെ ടീം പെട്ട പിന്നെ എന്താ വെച്ചാ we've just lacked that telling breakthrough moment. So we reach the halfway point. What an end to the half, Peter. A lot of the best തമിഴ്ക്ക് കുറെ അറിയാം. തമിഴ് പാവൽ പറയാം. പിന്നെ എല്ലാ ഏത് ശൈലിത്തെ I get the feeling the second half may well start in similar fashion, as we'd love to see this momentum maintained. So I'm looking forward to what's to come. So both teams still stuck on the starting blocks here, 0-0 at the break. And the game has already resumed here. So the first half brought no goals. അതെ. Zico. Barcelona couldn't really be more watertight in midfield. Not a trickle is getting through. They've got to make this nice and quick. It's come through and he's had a quick look inside. And it's Gerrard. Ball played for Rijkaard. And he's let fly. Denied by an instinctive save. Really anticipated that well, didn't he? And this is Drogba. Shot a goal! That was superb goalkeeping. I think he's done great there, both reading it and dealing with it. Floated through.
Casillas gets his hands on it, and the danger is averted. And no, that is pretty much the end of that. It's Pele! Oh, that was no routine save. That's very, very good. You can't ask for much more than that. Corner number 3 coming up. Beckenbauer clears it away. And now they can spring out of defence. Good ball, good take. And he's had a hit. Oh, crossbar! Now he's got space here. This interception, his positioning was spot on. Now he's off and running. No question, this is the man you want to get on to the end of things. Oh, he's going to be disappointed with that. Oh, this is a great position. It's all a little bit desperate, but it's got the job done. Oh, that's brilliantly defended, though. It looked destined. Yes, and it's been far from uneventful. We've had a healthy amount of attempts at goal from both teams, and with this kind of ambition, we may not have to wait too long. Now it's and that's the end of that. It all started well enough. It's a foul in a dangerous area. And the referee has shown him a yellow card. Pele with a real chance here. Rating Someone signed this up with real belief. For the first time, free kick goal. Sorry. Look, before we can even delve into the detail, first initial reflection, and that's priceless. Well, that was wonderful in every regard. Vision, concept, and considerable accuracy. Well, he made it look effortless. Clearly a training ground perfectionist. Barcelona have penetrated for the first time. Look, experienced voices need to be heard now, along with good purpose and urgency. Well, that's certainly more like it. They can't let the intensity drop now, Peter. Looking a whole lot more urgent now. You know, the interest value in this game might just take off from here. He's one-on-one, and the shots! And the ball's come loose here. Oh, what has happened here? Barcelona clearly have been instructed to kill this off. Offence is the best form of defence. Great chance! And it's in. And this is getting better and better. That is simply terrific. Finished with beautiful deftness. The skill and the confidence was just brilliant, and he showed both a quick head and even quicker feet. Free kick delay at PC, sorry, console. ഫോണിലൊക്കെ അടിക്കലുണ്ട് ഇഷ്ടം പോലെ. അത് ഫ്രീ കിക്ക് എല്ലാം അടിക്കാൻ പറ്റിയത് അത് നല്ല പഠിച്ചു വെച്ചിരുന്നു. El dorsal 25, el dorsal 18, el dorsal 8 serán sustituidos por el dorsal 6, el dorsal 11. The manager can make a change for the first time in the game here. Barcelona are doing very nicely, thank you. Well, their manager seems to have them always thinking about the next goal. When's the next goal coming? They're such an entertaining watch. That's just playing it safe and simple.
Good chance here. Oh, should have put that away. He's definitely playing with a lot more conviction. This team should look to him to produce the catalyst for a comeback. ഇതിലെന്താ പ്രശ്നം എന്താ ഫോണിൽ പിന്നെയും കുഴപ്പമില്ല, ഇതിൽ പവറൊക്കെ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഫോണിൽ പിന്നെ സത്യം ഞാൻ ഇപ്പൊ മറ്റേ തൂക്കിയർ കമ്മിയാക്കിക്കും. ഒരു തൂക്കിയർ എങ്ങനെയെങ്കിലും ഓർമ്മയില്ലാതെ അറിഞ്ഞ അപ്പങ്ങൾ പറഞ്ഞു പിന്നെ തോറ്റാലും മണ്ടിലെ പാസ് Corner number 4 coming up here. Rijkaard tries to clear. And now a sudden chance to counter. ഷൂട്ടും ഉണ്ട് പാസും ഉണ്ട് അടിപൊളിയായിട്ട്. സക്സസ് പാസ്. Chance here to counter. That's good running with the ball. Pull it. അങ്ങനെ ചിന്തിക്കലുണ്ട്. അങ്ങനെ മീൻസ് ഇതല്ല തിരിച്ചു വരാന്നുള്ളത്, അത് അങ്ങനെ ചിന്തിക്കലുണ്ട് ഞാൻ. പക്ഷെ നല്ല ഈ വെപ്പിക്കൊക്കെ വരുമ്പോ probing pass. He has a can he finish? And a terrific save from the keeper. Ibrahimovic clearly thought he had the beating of the keeper. കൂടുതൽ വരുന്നില്ല. They're up to 5 corners now. അയക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ സ്റ്റാമിന് ചാകുകയല്ല, നമ്മളെ ചത്തിട്ടുണ്ടാവും. പറയുമ്പോ അവരെക്കാൾ എത്രയോ നല്ല പ്ലേയേഴ്സൊക്കെ നമ്മളെത്തുണ്ടാകും. Tries to think it through into a minimum of 4 minutes additional time. Takes a shot. Ibrahimovic, it could only be him. He's got himself an absolute peach. ആ ഫ്രീ കിക്കിൽ തന്നെ അവന്റെ മൈൻഡ് പോയിക്കുന്നു. പിന്നെ 3 ഗോൾ അടിച്ചു. Simply breathtaking stuff. അവരെ പിടിച്ച് കളിക്കുന്നതാണ്. എന്നാലും സുഖം. One sweeping move executed with deadly efficiency. Just when they thought they may be in at one end, they end up shipping a goal at the other, and it's all due to wonderful counter-attacking. They hardly had time to even react. There's only one word to describe that: clinical. ബസ്റ്റർക്ക് ഈ മാച്ച് ഫുൾ ഇടാം, അതൊരു ലോങ് വീഡിയോ. ഫ്രീ കിക്ക് മാത്രം ഇടാം, അതൊരു ലോങ് വീഡിയോ. അതിന്റെ ഷോർട്സ് ഇടാം. 2 ലോങ് വീഡിയോ, ഒരു ലൈവ്, പിന്നെ ഒരു ഷോർട്സ്. 4 എണ്ണായി ടോട്ടൽ. 15 മിനിറ്റ് കളി ഉണ്ടാവും. 15 മിനിറ്റ് ആവും. 10 മിനിറ്റ് കളി മതിയാവും. മതിയില്ലേ? ഇതിൽ ഗോളൊന്നും അടിച്ചിട്ടില്ല. And now they can spring out of defense. 8 മിനിറ്റിൽ ഗോളൊന്നും അടിച്ചില്ല അല്ലേ? ഇത് കുറെ കഴിഞ്ഞിട്ടല്ലേ ഗോൾ അടിച്ചത്. ഞാന് ഫുള്ള് ഗെയിം ഇടണ്ടേ? 8 മിനിറ്റ് മുതലുള്ള 15 മിനിറ്റ് കറക്റ്റ് ആയി. 15 പിന്നെ വേണമെങ്കിൽ അതിന് കട്ട് ചെയ്ത് എടുത്തിട്ട് ഷോർട്ട് ആക്കാം അല്ലേ? ലോങ് വീഡിയോ ഇടുമ്പോൾ നമുക്കൊരു 100 പറയുമ്പോ എന്റെ ഒരു തോന്നല് ഈ സീസണിൽ ഞാൻ കമ്മിയെ കളിച്ചിട്ടുള്ളൂ. 20 86 20 106 കളിയില്ലേ? പറയുമ്പോ തുടങ്ങിയത് കുറെ കഴിഞ്ഞിട്ടാണ് ഡിവിഷന്. ഞാൻ തുടങ്ങിയത് കുറെ ഒരാഴ്ചത്തെ കഴിഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത് തന്നെ. അതും ഇതിലാട്ടോ. അതായത് ഡിവിഷൻ 3ക്ക് വന്നതിന് ശേഷമാണ് ഈ 86 കളി. മറ്റേല് 4-ലും 5-ലൊക്കെ 10-12 കളി ഏറെ കളിച്ചിരുന്നു. കട്ടിയല്ലേ? ഞാൻ ആ ഫ്രീ കിക്ക് ഒന്ന് കാണാൻ പറ്റുമോ നോക്കണം. Bit desperate, but it's got the job done. Oh, that's brilliantly defended, though. It looked destined for a goal. Looking for a runner. ഒറ്റക്ക് റായിക്കിന് ഒറ്റക്ക് ഇരുത്താനാ പറഞ്ഞു, താഴത്തേക്ക് ഇറക്കാനല്ല പറഞ്ഞില്ലേ? They can counter here. Plenty of action at either end, just nothing to show for it. Yes, and it's been far from uneventful. We've had a healthy amount of attempts at goal from both teams, and with this kind of ambition,
We may not have to wait too long. Now it's Eto. That is a great pick out. Well timed, excellent interception. And that's the end of that. It all started well enough. Oh, that's a foul in a dangerous area. And the referee has shown him a yellow card. Pele with a real chance here. Someone's eyeing this up with real belief here. Pele! Superb from Pele! A finish right from the top draw. Finally, the deadlock is broken. Look, before we can even delve into the detail, the significance of taking the lead should be our initial reflection, and that's priceless. പാകിസ്ഥാനിയാണ് മറ്റേ ഓസ്ട്രേലിയയിലെ സെറ്റിൽഡ് ഓസ്ട്രേലിയയിലാണ് ഇപ്പൊ അയാളെ അക്കൗണ്ടാണ് നമ്മളെ ടോംബോയ് ഉപയോഗിക്കുന്നത് അയാള് കളിക്കണ്ടായില്ലേ അയാൾ എന്നിട്ട് ടോംബോയ് കളിക്കുന്നുണ്ട് ഒറിജിനൽ ആയിട്ട് അയാളെ അക്കൗണ്ട് തന്നെ അയാൾ എന്നിട്ട് ഇന്നലെ അതെ 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 ഇന്നലെ പക്ഷെ എന്നിട്ട് ഇന്നലെ 4000 റുപ്യക്ക് ആദ്യം കറക്കി പെലയുടെ അക്കൗണ്ട് അവർക്ക് സോളന് വേണം പറഞ്ഞിട്ട് എന്നിട്ട് സോളന് ലാസ്റ്റാ കിട്ടിയുള്ളൂ അതായത് ആദ്യത്തെ 4000 കിട്ടിയില്ല 6000 പോയി കിട്ടും 4000 പിന്നത്തെ 4000 ഇട്ട് കൊടുത്തു സോളന് കിട്ടാൻ എന്നിട്ട് അതില് സോളന് കിട്ടി സോളന് കിട്ടി അപ്പൊ എല്ലാരും പറഞ്ഞു സോളനെ കറക്കണം അപ്പൊ ഓൽക്ക് ഇത് കറക്കണമെന്നുണ്ട് നമ്മളെ എന്താ പറയാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ടല്ലോ അത് കറക്കണമെന്നുണ്ട് അപ്പൊ എല്ലാരും പറഞ്ഞ പെലനെ കറക്കിക്കോ സോളനും ഉണ്ടല്ലോ പെല എപ്പോഴല്ല അപ്പൊ ഓനിക്ക് പെലയുടെ ആവശ്യമല്ല ഞാൻ ആൾറെഡി മറ്റേ പെല ഉണ്ട് അയാളെ തന്നെ ടോംബോയ് കളിപ്പിക്കില്ല ഹംസബോ കളിപ്പിക്കോന്ന് അറിയില്ല അപ്പൊ പറഞ്ഞു അപ്പൊ അഞ്ചോട് പറഞ്ഞു അതില് കറക്കുക അപ്പൊ ഒറ്റ ഒന്നില് കറക്കിയപ്പോ കിട്ടി പിന്നത്തെ അപ്പൊ അതിൽ 1000 ബാക്കിയുണ്ട് അതിപ്പോ 100 ആക്കിയിട്ട് കറക്കിയപ്പോ ഇതിലത്തെ മറ്റേ പ്ലെയറിനെ കിട്ടി ഒരു ആവശ്യമില്ലാത്ത ഒരു പ്ലെയറിനെ കിട്ടി അപ്പൊ ആ ചങ്ങായി പിന്നെ 4000 റുപ്യ ഇട്ടു അപ്പൊ 12000 റുപ്യ എന്നിട്ട് കറക്കിയിട്ട് രണ്ടാമത്തേല് ബ്ലാക്ക് അടിച്ചു വലിക്കും ഓന്റെ കാര്യം ആലോചിച്ചു ഓനിക്കപ്പോ എന്ത് വരുമാനിക്കാരെന്ന് ആലോചിച്ചു ഒറ്റ പാക്കില് ഒറ്റ ആഴ്ചയിലാണ് 12000 കളിക്കുന്നത് ടോംബോയ് പറയുന്നുണ്ട് ഇപ്പൊ ഒരു മാസം 12000 അവൻക്ക് കിട്ടും Cambio de jugadores en el Barcelona. El dorsal 24. Eto. ലൈവ് ഓഫ് ആക്കിയാലോ El dorsal 18. El dorsal 8. Serán sustituidos por el dorsal 6. El dorsal 11. So the manager can make a change for the first time in the game here. Barcelona are doing very nicely, thank you. Well, their manager seems to have them always thinking about the next goal. When's the next goal coming? They're such an entertaining watch. That's just playing it safe and simple. Good chance here! Oh, should have put that away. He's definitely playing with a lot more conviction. This team should look to him to produce the catalyst for a comeback. എന്തേ ആ റെക്കോർഡ് ചെയ്ത് വെച്ച് കാണുന്നത് Ibrahimovic! Oh, it looked like 3-0 for ഞാൻ കാണലുണ്ട് Well, judging by his reaction, he clearly feels he should have made more of it, but he's looking very much like the big threat at the moment. മാത്രല്ലേ Corner number 4 coming up here. Rijkaard tries to clear. ഫുട്ബോളിലെ ഗെയിം A sudden chance to counter. അത് ബെൻബോണിനെ അറിയോ ഞാൻ ക്രിക്കറ്റ് കളി കാണുന്ന ഭ്രാന്തുള്ള സമയത്ത് ഞാന് അതായത് ദൂരദർശനിലാണ് അന്ന് കളി ഫുള്ള് ലൈവ് ഇരുന്ന് കാണും എന്നിട്ട് ഹൈലൈറ്റ്സ് രാവിലെ ഉണ്ടാവും വൈകുന്നേരത്തും ഉണ്ടാവും ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എപ്പോഴും അല്ലടാ കളി ഇരുന്ന് ഫുള്ള് കാണും എന്നിട്ട് മറ്റേ ഒരു 7 മണി അന്ന് തന്നെ രാവിലത്തെ കളിയാണെങ്കിൽ അന്ന് തന്നെ 7 മണിക്ക് ഒരു ഇതുണ്ടാവും അല്ല ഡേ നൈറ്റ് ആണെങ്കിൽ പിറ്റീസത്തെ ഈ പിറ്റീസത്തിന് ഞാൻ പോയിട്ട് എന്ത് ചെയ്യും
പേപ്പർ വായിക്കും, പേപ്പറിൽ ആ കളി വായിച്ചിട്ട് Ibrahimovic എന്നിട്ട് clearly വന്നിട്ട് thought he രണ്ട് had the ഹൈലൈറ്റ്സ് beating കാണും. of the keeper. അതായത് ഞാൻ വീടിന് പെണ്ണുങ്ങളെ തന്നെ റാഗിലിരുന്ന് കാണും. 2 പ്രാവശ്യം ഒന്നല്ല. എനിക്ക് They're up to 5 അങ്ങനത്തെ ഒരു corners now. ഭ്രാന്തുള്ള ആളാണ്. അതിപ്പോ ഗെയിമിൽ കഴിയുന്നു മാത്രം, അത്രേ ഉള്ളൂ. വേറെ Last ditch defending, but that'll do. Habrá 4 minutos. Pass just lacking in accuracy. A reprieve, albeit perhaps momentary. Tries to dink it through. സംഭവം ആ ഗോൾ അടിച്ചു Into a കഴിഞ്ഞാൽ minimum of മൊത്തം കളി 4 minutes മാറി. additional time. എല്ലാരും ഇപ്പൊ മനസ്സും അങ്ങനെ തന്നെ കാണുള്ളൂ. Ibrahimovic, it could only be ആര്? him. He's got himself an absolute peach. എന്റെ And they are tearing the opposition apart here. മുന്തിരി എത്ര കണ്ടിട്ട് അവൻ വായി വലിച്ച് തിന്നണ ടൈപ്പാണെന്ന് തോന്നുന്നു. മറ്റേ ആവശ്യമില്ലാത്ത സാധനങ്ങള്, വറവ്, പിന്നെ അപ്പൂപ്പ സാധനങ്ങള്, തെരിവറുക്കി. തെരിപരിക്കോ? അതെന്താ സാധനം? തെരിപരിക്ക് എന്താ രമേശ? മറ്റേ അടിച്ചിട്ടായിരുന്നു നടപ്പുണ്ടെങ്കിൽ തോന്നിയാണ്. അതെ അതെ അതുണ്ട്. കാരണം അവിടെ ഇവിടെ നടക്കണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ അതിന്റെ ചിന്ത വരും നിലത്തിറക്കണ കാണുമ്പോ. നാളെ കളിക്കാല്ലേ? ഒരു കളിയും കൂടി കളിക്കാല്ലേ? ആഷിഖ് എന്നാണ് അവന്റെ പേര്. നിങ്ങള് രണ്ടാള് ലൈവ് കാണുന്നുണ്ടോ? ലൈവ് റിയാക്ട് ചെയ്യാനില്ലേ? രമീസ് ഒരു സിനിമ ഉണ്ട് കേട്ടോ, എനിക്കറിയില്ല അതിന്റെ പേര്. ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചതാണ്, ഇപ്പൊ ഇന്നലെ ഞാൻ വായിച്ചതാ. അതായത് 3 ക്രിമിനൽസ് ഒരു അച്ഛന്റെയും മകളിലെയും കാറ് തട്ടിയെടുത്തിട്ട് അവരെയും ബന്ദിയാക്കിയിട്ട് രക്ഷപ്പെടുക അത്ര ജയിലിൽ നിന്ന്. എന്നിട്ട് അതിന്റെ ഇടയിലേക്ക് ഒരു പെണ്ണിനെയും വലിച്ചു കയറ്റും മറ്റേ ഇത് ചെയ്യാൻ, ഈ ബന്ദിയാക്കാൻ വേണ്ടി. എന്നിട്ട് ഇപ്പം ഇങ്ങനെ യാത്ര. പക്ഷെ ഇതില് ലാസ്റ്റ് വന്ന ആർട്ടിക്കലിൽ പറയുന്നത് ഇതല്ല ശരിക്കും ട്വിസ്റ്റ്, നമ്മൾ വിചാരിക്കണതല്ല, കഥയൊക്കെ തലകീത്തനം മറിയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു പടം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഒരു ക്ലാസിക്കാണ്, സംശയമുണ്ട്. അല്ല ഞാൻ റമിത്രോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെന്താ ട്വിസ്റ്റ്, ഇനിയിപ്പോ ഈ നമ്മൾ വിചാരിക്കാത്തവരാണ് വില്ലന്മാര്, അങ്ങനെയൊക്കെ അറിയുമോ അറിയാൻ വേണ്ടി. അതെ, ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടാണ്. അവര് ആ സിനിമയുടെ ക്ലിപ്പിംഗ് കൂട്ടിന്നു. അല്ല ക്ലിപ്പിംഗ് അല്ല, ഫോട്ടോ. അതിലങ്ങനെ പലതള്ളും വരും. ആ ഓക്കെ എന്നാ പോട്ടെ. പോസ്റ്റ് റീഡ് ചെയ്യാനുള്ള ഐഡിയ എല്ലാം. ഒരു മിനിറ്റ്. നീ പൊക്കോ. ഞാനുണ്ടവിടെ. ഇവൻ മണ്ട ഡ്രാഗ് ചെയ്തപ്പോ ഞാൻ സ്ക്രീൻ മാറ്റി ഒറ്റക്കിരിക്കണത്. എടാ എവിടെയാണ് ചർച്ച പിടിച്ചോ. അവിടെ പിടിക്കല്ലേ, മഞ്ഞ പിടിക്കല്ലേ, ചർച്ച ആളത്തി ചർച്ച ആളത്തി. കേട്ടിട്ട് എനിക്കെന്തോ ആരതെല്ലാം വരണേരി. മറ്റേ ബാല കളിക്കുമ്പോ ഇത്രയും പറയണ്ട, 2 ഗോൾ വിളിച്ചാൽ മതി ബാല കളിക്കുമ്പോ. ഇടം നോക്ക്, വലം നോക്ക്. കളിയാകാൻ പോണേ നിങ്ങളെല്ലാരും അവിടെ. അയ്യോ നമ്മ ഒന്നാമത് ഇരുന്നിരുന്ന 3-ാമത്.
നായിക്കിനടുത്ത് ഞാനാണെങ്കിൽ തിരിച്ചിട്ട് എന്ത് ജയിച്ചോ എത്ര രൂപ കൊണ്ട്? ശരി വഴിക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങോട്ടൊക്കെ വലിച്ച്. 176 റൺസ് എടുത്തു ബലി. ശരി വട്ടക്കല്ലാന്നാണ് കിട്ടുക. അതൊരു മീൻസ് ഒന്നിനൊരു സീരിയസ്നെസ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നില്ല. മിണ്ടരുത്, മിണ്ടിക്കഴിഞ്ഞാൽ പട്ടെടുത്തടിക്കും. മിണ്ടരുത് സീരിയസ്നെസിന്റെ കാര്യത്തില്. സത്യം ഇന്ത്യയൊക്കെ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഓക്കെ ഇനി പറഞ്ഞു. ഇന്ത്യ അത്രയൊന്നും ഉണ്ടാവൂല കേട്ടോ എന്നാലും അല്ലേ. നല്ല ഫ്ലോയില് വരുമായിരുന്നു. നോ പ്രോബ്സ്. ഞാൻ എന്തായാലും ഇനി ഒരു കളി തോറ്റാലും ഡിവിഷൻ 2 തന്നെ ആവുള്ളൂ. അപ്പൊ ഒരു കളിയായിട്ട് കളിക്കാം. കളി മാത്രം ബാക്കി ഉണ്ടാവുള്ളൂ നമുക്ക്. ചൂടെടുത്തിട്ടേ ചിക്കൻ തിന്നിട്ട് ചൂടെടുത്തിട്ടേ. എനിക്കത് തന്നെ. ഇതില് DC ഉണ്ട് ഇട്ടാല് അപ്പൊ കുറച്ച് പേന് മാത്രമേ ഇറങ്ങുള്ളൂ. മറ്റേ ഡയറ്റ് മോഡ് പറഞ്ഞ സാധനം ഉണ്ട് AC-ലെ. ഇടുമ്പോ 28, 26 ഇട്ടാ മതി. ഇതില് AC മോഡ് ഉണ്ട് പെരുമ്പോണെ. ആ AC മോഡ് ഇട്ടാലേ അത് ഫുള്ള് 26 നമുക്കധികം തണുപ്പ് ഫീൽ ചെയ്യില്ല. AC-ക്ക് ലോഡും വലിക്കൂല. ഞാൻ 24 ഇടലാണ്. ഫസ്റ്റ് തണുപ്പിക്കല് എന്തായാലും AC-ക്ക് ഒരു ലോഡ് വരും. ഇത് ഫസ്റ്റ് എന്താ ചെയ്ത് AC മോഡ് ഉണ്ടാവും. ഫസ്റ്റ് നല്ല തണുപ്പിട്ട് വന്നിട്ട് ഇത് പൊട്ടും. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിന് സൈലന്റ് ആവും. പിന്നെ ആ സൈലന്റിൽ എപ്പോഴും നിൽക്കും. പിന്നെ കംപ്രസർ എല്ലാത്തിന്റെ കട്ടാവും. എന്നിട്ട് വീണ്ടും ടെമ്പറേച്ചർ കുറയുമ്പോ വീണ്ടും കംപ്രസർ ഓൺ ആവും. എല്ലാ AC അങ്ങനെ തന്നെയാണ്. 10% ഡേഷൻഡോ എന്താ എഴുതിക്കണേ? 10% ഫോർ ദേശനേത. 10% ഫോർ ദേശനേത. എന്തോ ഉദ്ദേശിച്ചു. ഞാൻ എന്താ പറയാ പറഞ്ഞോ? അല്ല ഞാൻ എന്തേലും പറഞ്ഞു നോക്കിയോ? ഇനി ലൈനൊന്നും ലൈൻ വേണം. ഇനി എന്ത് ലൈനാ? ഞാൻ ഡിഗ്രി ടീം പറഞ്ഞു മറ്റേതും പറഞ്ഞു. So bring it on. Hype, expectation, emotion. The game yet to kick off. The excitement already palpable. Some terrific scenes here in Barcelona. My goodness me, it's made even better by 100,000 supporters in full voice. മറ്റേതൊക്കെ നമ്മള് പെൺകുട്ടികളുടെ പേര് പറയാതെ പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരാണെന്നൊന്നും ആർക്കും അറിയില്ല. ആദ്യം ഞാൻ കല്യാണം കഴിച്ച ആളെന്നൊന്നും എല്ലാവർക്കും മനസ്സിലായി. Yeah, the very epitome of competitiveness and relentlessness. I mean, he's a real menace in every sense of the word. If you're on the ball, he'll chase you to the ends of the earth and back. I'm going to say only nice things about him for fear of him coming after me. That's what you call inspired goalkeeping. I think he's done great there, both reading it and dealing with it. Size really matters, and it's time to make it matter now. ലൈവ് തുടങ്ങുമ്പോ നമുക്ക് അങ്ങനെ ചെയ്യാലേ. Son Heung-min plays it short. അങ്ങനെയാണല്ലോ അല്ലേ. Takes the shot. ആരാണത്? Brilliantly. Yeah, he was well placed to deal with that. ഒരു വെറുതെ അല്ല റമീസ് റോബ്ലേറ്റ്സ്
ബ്ലിറ്റ്സുകളുടെ രാജാവാ വന്നിട്ടുണ്ട് സംഘഭൂമിന് മറ്റതിൽ വന്നിക്കണേ അതും ഹലോ പവറില് ബ്ലിറ്റ്സ് കളി ഇതൊക്കെ വല്ല പവറില് അതെന്താ അങ്ങനെ നല്ല പവർ And now a sudden chance to counter. Tries to play it through, and he plays one through. And they're not going to make any further progress now. അത് വിപ്ലവം ഉണ്ടാക്കിയത് ഇതില്. Ajax have reclaimed it. Now it's Eto'o. Pele, and this is Pele. Chance! Well now, oh, what has happened here? Good chance here! Oh, that is very close. That's a great effort. There was very little backlift to indicate what was coming. Big header! Oh, enough try. Well, he's furious with himself, but at least the boss is applauding his effort then. റമീസ്രോക്ക് കഥകളൊന്നുമില്ല പറയാവണ്ട അങ്ങനെ നിങ്ങൾ സൂയിക്കണ്ടേ അല്ല റമീസ്രോ ഞാൻ പറയണ കോളേജിലുള്ള വല്ല അബദ്ധങ്ങളോ ഞാൻ പ്രേമല്ല പറയണേ പ്രേമൊക്കെ ഒരു പൈങ്കിളിയല്ലേ Well, I think both teams probably feel it's too early for either to start taking real risks. So they're still very much in a phase of testing the waters and sizing each other up. ഇക്കിപ്പോഴും അതിന് മനസ്സിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തുറന്നു പറയണ്ടോ ഇല്ലല്ല അങ്ങനെ ഒരു റിഗ്രറ്റ് കാര്യമായിട്ടും ഇല്ല എന്നാ പറയാ Gets a good foot in there. Played into space. Whatever happens, that's the kind of movement which raises hope. And he's straight offside. Just lacking in accuracy. Plenty of endeavour from either side, but not much of it in the vicinity of either goal. Yeah, the tempo is strong and the game has flair and lots of potential for me. And he's played it back. Well, he just didn't have any support. Mateus, Kunde calmly anticipates. തമാശകളുണ്ടായില്ല ഒരു ചെറിയ തമാശ പറയട്ടെ അതായത് ഞങ്ങളിങ്ങനെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് BA-ക്ക് അപ്പൊ ഞങ്ങള് ബസ് സ്റ്റാൻഡ് ഞങ്ങളെ കോളേജിൽ നിന്ന് കുറച്ച് ദൂരത്താണ് അപ്പൊ എല്ലാരും കൂടി നടന്നു പോവുകയ്യ ഇപ്പൊ പെൺകുട്ടികളും ഉണ്ടാവും ആൺകുട്ടികളും ഒക്കെ ഉണ്ടാവും അപ്പോ ഞാനും ഒരു BA-ത്തെ ഒരു ശ്രീലാല് കാരണവനുണ്ട് അപ്പൊ ഞങ്ങള് നിക്കാണ് ബല സ്പെഷ്യൽ ക്ലാസ് കഴിയാൻ വേണ്ടിട്ട് അപ്പൊ 2-3 പെൺകുട്ടികളുണ്ട് അതില് സരിത പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ഉണ്ട് അപ്പൊ ഓളെ ഞങ്ങള് മെയിൻ ആയിട്ട് വെയിറ്റ് ചെയ്യണത് എന്നാ ബസ് സ്റ്റോപ്പൊക്കെ നടന്നു പോകാലെന്ന് വിചാരിച്ചു അവളെ മീൻസ് എല്ലാരും കൂടി ഇങ്ങനെ നടന്നിട്ട് വർത്താനം പറഞ്ഞ് പോകാന്നുള്ളതിന് വെയിറ്റ് ചെയ്യാം ഞങ്ങൾക്ക് പോയാൽ മതി ശരിക്കും അപ്പൊ അവരും കൂടി വെയിറ്റ് ചെയ്യാന്നുള്ളത് വായ നോക്കലല്ല കേട്ടോ ഇത് ഒരു പക്ക ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അതാണ് കോഴിത്തരം മീൻസ് അന്നത്തെ ഒരു കോഴിത്തരം പക്ഷെ ഇവളല്ല വേറുള്ളവരൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങനെ നോക്കേണ്ട പോണത് വായ നോക്ക മീൻസ് അതന്നെയാണ് മേലെ വായ നോക്കൽ തന്നെ പക്ഷെ ഇവളല്ലാന്ന് മാത്രം അങ്ങനെ ഇവളെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് അപ്പൊ ഇവള് ഞങ്ങള് മറ്റേ വരാന്തയുടെ അപ്പുറത്തും അവള് സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പുറത്ത് കൂടെ ഇറങ്ങി ഇത് തമാശയാണ് ഇത് ലംബവും തോന്നല്ലേ കോമഡിയൻ അങ്ങനെ ഈ മറ്റേ ഞാൻ പറഞ്ഞു ശ്രീലാലിനോട് സരിത നമ്മളെ വിളിക്കാതെ പോയിട്ട് നമ്മൾ ഇത്ര വെയിറ്റ് ചെയ്തിട്ട് ഇഞ്ഞോള് വിളിച്ചാല് നമ്മൾ പോണ്ടട്ടോ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ വരാതെ കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലാണ് നിൽക്കണേ മുകളിലത്തെ വരാതയിലേക്കാണ് അപ്പൊ താഴത്ത് ഇങ്ങനെ ഇവിടെ നടന്നിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് എത്തിയിട്ട് ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു ആള് വിളിക്കണമൊന്നുമില്ലടാ നമ്മള് പോകുന്നു വേണ്ടട്ടോ ഓളൊരു ഡിമാൻഡ് എന്ന് പറഞ്ഞു വിളിച്ചാലും പോകരുതിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീലാലിനോട് നിൽക്കണേ അപ്പൊ മറ്റേ ഓള് കൈകൊണ്ട് ഇങ്ങണ്ട് കാട്ടിട്ടോ ശ്രീലാലേ ഓള് വിളിച്ചോടാ പറഞ്ഞിട്ട് നോക്കുമ്പോ ശ്രീലാലിനെ കാണാനല്ല ശ്രീലാൽ ആദ്യം ഓടിക്കുന്നു
രണ്ടാമത് ഞാനും. അപ്പൊ വാശുണ്ട് അവിടെ നിന്നൊക്കെ കേട്ടിരിക്കണേ. ഒപ്പം വാശുണ്ട് ഞങ്ങളൊപ്പെട്ടോ. ഫെയർ കോളേജാണല്ലോ. വാശു പറയാ വൃത്തിയായിട്ട സാധനങ്ങള് വിറ്റളപ്പെല്ലാം എത്ര നേരം സ്പെൻഡ് ചെയ്ത്. ഇതിപ്പോ ചിത്രം കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞപ്പ ചിലപ്പോ കേൾക്കാൻ അത്ര തമാശ തോന്നൂല. പക്ഷെ അന്നുണ്ടായ മീൻസ് നമ്മളെ ഓരോ മൈൻഡ് സെറ്റാണ് പറയണത്. മനസ്സിലായില്ലേ? കോഴി എന്നുള്ളതിന്റെ ഒറിജിനലാണ്. കോഴി എന്നുള്ള മൈൻഡ് സെറ്റാണ് പറഞ്ഞു തരുന്നത്. കോമഡിയിലല്ലേ ചിരിച്ചതില്ലേ? Bojan Kurkic picks it up out wide. അറിയില്ല. അതായത് അവള് വിളിച്ചാലും പോകൂലാച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്റ്റണ്ണായിട്ട് നിക്കാണ്. അപ്പോഴാണ് അവള് വിളിച്ചത് പോര് എന്ന് പറഞ്ഞിട്ട്. വിളിച്ചിട്ടില്ല, കൈകൊണ്ട് കാട്ടിട്ടുള്ളൂ വായോന്ന്. അപ്പൊ ഞങ്ങള് അത്രയും നമ്മള് മറ്റേ ഇപ്പത്തെ കാലത്ത് പറയില്ലേ എന്താണ് ആ ആൾക്കാരായിട്ട് അലിഞ്ഞു പോയി എന്ന് പറയാം. മനസ്സിലായില്ല? മനസ്സിലായോ ഞാൻ പറഞ്ഞതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത്? Oh, this looks sharp. Has a look and plays it forward. Mateus. Pele. There's the whistle for half-time. A decent enough half, but neither side able to get on the score sheet. Time for some fresh ideas in the second period, perhaps. The midway point of the game. Well, both sides have been full of effort, industry, endeavour, and the stats are screaming good things at us. So it's been a very good watch for the neutrals so far, and I'm really looking forward to what's to come in the second half. This could get unpredictable. No goals at this stage, but certainly not devoid of action. It is 0-0 here at half-time. അതുപോലെ ഞങ്ങളവിടെ അലമ്പ് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടോ അവന്റെ പേര് മറ്റേ ഇതേപോലെയാണ്. നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ആരും പൈസ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പിരിവിട്ടിട്ടേക്കാരം പോവുക. മനസ്സിലായോ മിത്രോ? ചില ഇപ്പൊ ജൂനിയർ സാധനം ചെക്കന്മാരിന്ന് പോക്കറ്റിന്നൊക്കെ അടിച്ചു പറ്റിട്ട് അങ്ങനെയൊക്കെ പോവുക ഞങ്ങള്. പക്ഷെ ഈ അലമ്പ് പെണ്ണുങ്ങളുടെ ഇടയിൽ ഇരുന്ന് പറഞ്ഞോളാം, അലമ്പ് പേര് കേട്ട അലമ്പ് പെണ്ണുങ്ങളുടെ ഇടയിൽ ഇരുന്ന് വർത്താനം പറയുകയാണെങ്കിലേ നമ്മൾ അവനോട് അല്ലെങ്കിൽ അവനോട് ചോദിച്ചാൽ അവൻ്റെ അടുത്ത് 5 പൈസ ഉണ്ടാവില്ല കേട്ടോ. പെണ്ണുങ്ങളുടെ ഇടയിൽ ഇരുന്ന് വർത്താനം പറയാം, അലമ്പേ ഒരു 10 ഉറുപ്പിക അടിക്കാന്ന് പറഞ്ഞാലേ അപ്പൊ എടുത്ത് തരും. അപ്പൊ ഞങ്ങൾ ആ ടൈം നോക്കി നിൽക്കും. ഇപ്പൊ എപ്പോഴാണ് വല്ലയിടത്ത് വർത്താനം പറയാൻ പോകുന്നത് പൈസ മേടിക്കാൻ വേണ്ടിട്ട് അപ്പോഴാണല്ലോ തരുള്ളൂ. ഷോ എടുക്കാൻ വേണ്ടി തരും. Threads one in. Great ball if he can get there. Well, he has slightly undercooked that one. Barcelona clearly should have gone for the easier pass. Now they'll have to quickly regroup. ഞാൻ എല്ലാ വെളിപ്പത്തരം കാണിക്കും. പാലേക്കുമ്പോ അടിയില്ല. They've got to be quick moving this forward. Neatly clipped into space. It's all a little bit desperate, but it's got the job done. Well, I thought they got off lightly there. The odds were stacked against them. The less said about that pass, the better. Ajax appear to be happy to let their front players stay up front all the time. Well, it's signalling to the opposite. And the shot! And kept out by the most elastic of saves. Eto is offering a wry smile there. So, third corner of the game. Cleared without hesitation. And now they can spring out of defence. അടുത്ത സൂപ്പർ ഗോള്. That is so good, such sharp skills and such a delicious finish. And how easy did he make that look? That is supreme. കാലുകൊണ്ട് തട്ടിടൂലേ ഡീനു പകരം അങ്ങനത്തെ ഒരു ഗോള്.
അടിപൊളിയായിരുന്നു. പുച്ചാരം പുച്ചാരം. Mayam, mayam, mayam. Jalan, jalan, jalan. Messi negeri. മെസ്സിയോ? Pacarane. മെസ്സി എന്ന് പറഞ്ഞ എന്താണ്? മുള്ളിയോ? ആരാ മുള്ളി? എന്താ പാട്? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. Cambio de jugadores en el Barcelona. El dorsal 24. Time then for the first substitution of the game. A 1-0 lead established. Look, he's the one everyone Yeah, expects to put the Dila. ball in the net. That's what he's paid to do. Oh, he's felt that, hasn't he? Well, that's certainly more like it. They can't let the intensity ഞാനൊന്നും drop. കാട്ടിയിട്ടില്ല. എമ്പാവാടെ പോയി വീണു. ഇനി പോയിന്റ് ഫ്രീ കിക്ക് കൊടുത്തിട്ട് ഗോൾ അടി കിട്ടാനിരിക്കാം. മിക്കവാറും ഇത് ഗോളാവും. And quickly. This certainly looks appetizing. അല്ലേ ഞാനൊന്നും കാട്ടാതെ എമ്പാവ അവിടെ വീണിട്ട് Yeah, I ഒരു think ഫ്രീ it's a കിക്ക് lesson കൊടുത്തു. to be learned in not conceding free kicks in this area. And it's Kunde. Kunde's cross. And it's safely in the keeper's hands. പാവം വേണ്ട. Sigme. Think through. He is through here. Shot, surely! Oh, the keeper's done ever so well. Bale actually didn't do an awful lot wrong, to be honest. Cambio de jugadores. So their fourth corner of the game. And he's taking no chances there. Ball driven towards terrific header. അതോ ഓഫ്. Really well taken goal. കുഞ്ഞി എന്തിനാ വന്ന് ഈ കളി ചെയ്യട്ടെ കുഞ്ഞിപ്പെണ്ണെ. എനിക്ക് അവിടെ കടന്നാ പോരെ. ഓളാണ് ഇവിടെ കൂടുന്നത്. Bumps him off it and wins back the ball. Pele, of course, a dribbler of outlandish ability. Now it's Mbappe. So, Jim, what are you thinking? Peter, they're leaving nobody guessing now. This is a decisive attempt to go further in front. Son Heung-min. ഓ ഭാഗ്യം. Son Heung-min unable to make it happen for all his good intentions. No, that's been intercepted. Son Heung-min. The ball is loose and the chase is on. And the shot's on here. Chance for a shot! They want to be quick to recover this. And this is Hullet. And that could well leave a mark. That's going to go a long way. Ajax really are showing all the necessary urgency, but it's potency they need. And it's Gattuso. Cross into the box. That's a decent clearance. And if you have just... Here's a chance! So close to drawing level. Such a good opportunity, Peter. I hope he doesn't end up regretting that miss. So now we're going to get those changes we have been expecting. Raul coming on here as broadly expected. Well, it's going to make for a frantic end, Peter. Let's hope he's got enough time to make the impact he wants. What happened? Excellent challenge there, uncompromising. Now it's Gattuso.
Barcelona will have one further opportunity to make a substitution after this, their latest change. Bale. They need to play this quicker in transitions like this. 1-0 as we head towards the end. Now it's Mbappe. And this is Raul. And reclaimed it in a trice. Howson is always scanning the pitch for targets. And they've got rid. Barcelona moments now away from seeing this one out. Bale. Aimed beyond the defence. Chiellini gets good distance on it. Gattuso, searching pass he's played there. And they're quick to get it back. The final seconds now. Great vision, great ball, and he's in here. And Hullet! Now, who's going to be first to this? ആശാരി കീറിയ വറക് 6 പൂള് വറക് അല്ലേ വേഗത്തിൽ. Kane with the delivery. And that will be it. Relief finally. Now at last they can enjoy the taste of victory. Fingernails bitten to the quick, but they have got over the line. Quite a ride. Any reflections on what you've seen, Jim? Yeah, it was a fairly stern test with very little between two teams that scrapped for everything. My thanks to Jim. We both wish you a very good evening. And he's straight offside. House. And ട്രിക്കിയാണ് വേണം. അയ്യോ ഒന്ന് ഡിവിഷൻ 1-ലുള്ളതാണ്. ഞാൻ വിട്ടുട്ടോ. അല്ലാത്ത റമീസറോ ഇതാക്കിയതാ. ചന്തയിൽ അത് തിരിയാൻ വേണ്ടിട്ട് തന്നെ. എല്ലാതും അതന്നെ. പാറമ്മ പിന്നെ പാറമ്മ പൂളമ്മ നന്നായിട്ട് തിരി. ലൈവ് കഴിഞ്ഞു.